الله وبركاته. الحمد لله رب العالمين. الحمد لله الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله. نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهد الله فلا مضل له ومن يضلل فلا هادي له. أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وأيوب إذ نادى ربه أني مسني الضر وأنت أرحم الراحمين. فاستجبنا له فكشفنا ما به من ضر وآتيناه أهله ومثلهم معهم رحمة من عندنا وذكرى للعابدين. وإسماعيل وإدريس وذا الكفل كل من الصابرين. وأدخلناهم في رحمتنا إنهم من الصالحين. وذا النون إذ ذهب مغاضبا فظن أن لن نقدر عليه فنادى في الظلمات أن لا إله إلا أنت سبحانك إني كنت من الظالمين. فاستجبنا له ونجيناه من الغم وكذلك ننجي المؤمنين. صدق الله العلي العظيم. ആദരണീയരായ സഹോദരന്മാരെ, സഹോദരിമാരെ, നമ്മളൊക്കെ പടച്ച് പരിപാലിച്ചു കൊണ്ടിരിക്കുന്ന റബ്ബുൽ ആലമീനായ കാരുണ്യവാനായ അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധമായ അവൻ്റെ വാക്യങ്ങൾ, ആയത്തുകൾ ഏറ്റവും ശരിയായ രൂപത്തിൽ മനസ്സിലാക്കുവാനും അതിൽ നിന്ന് കാര്യങ്ങൾ ഗ്രഹിച്ചുകൊണ്ട് ജീവിതത്തിൽ പടച്ചറബിന് ഇഷ്ടപ്പെടുന്ന വിധത്തിൽ മാറ്റങ്ങൾ വരുത്തുവാനും നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. റഹ്മാൻ റബ്ബേ, നിൻ്റെ വിശുദ്ധമായ വാക്യങ്ങൾ അതേറ്റവും ശരിയായ രൂപത്തിൽ മനസ്സിലാക്കുവാൻ അതിൽ നിന്ന് പാഠങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് നിനക്കിഷ്ടപ്പെട്ട ജീവിതം നയിക്കുവാനും ഞങ്ങളൊക്കെ നീ അനുഗ്രഹിക്കണമേ നാഥ. ഈ വിശുദ്ധ വാക്യങ്ങൾ പഠിക്കുവാൻ വേണ്ടി, ഗ്രഹിക്കുവാൻ വേണ്ടി ഞങ്ങൾ നടത്തുന്ന ഈ അധ്വാന പരിശ്രമങ്ങളെ നീ സ്വീകരിക്കണമേ നാഥ. ഇതിനു വേണ്ടി സാമ്പത്തികമായും ശാരീരികമായും സാങ്കേതികമായും വൈജ്ഞാനികമായും ഒക്കെ സഹകരിച്ചുകൊണ്ടിരിക്കുന്ന
മുഴുവൻ ആളുകൾക്കും വമ്പിച്ച പ്രതിഫലം നൽകി നീ അനുഗ്രഹിക്കണമേ നാഥ. നിൻ്റെ വിശുദ്ധ വാക്യങ്ങൾ ഈ വിശുദ്ധ ഖുർആൻ പഠിക്കുവാൻ വേണ്ടി ഇവിടെ ഒത്തുചേർന്നിരിക്കുന്ന ഈ സദസ്സിനെ നീ പ്രത്യേകമായി അനുഗ്രഹിക്കണമേ റബ്ബേ. സൂറ അൽ അംബിയയിലെ 82 വരെയുള്ള ആയത്തുകളാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എടുത്തിരുന്നത്. അമ്പിയാക്കളെ സംബന്ധിച്ചാണ് പറയുന്നത്. ഇതിൽ നേരത്തെ മൂസ അലൈഹി സ്വലാത്തു വസ്സലാം, ഹാറൂൻ അലൈഹി സ്വലാം, അതുപോലെ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം, പിന്നീട് ലൂത്ത് അലൈഹി സ്വലാത്തു വസ്സലാം, നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാം, ഇവരെ സംബന്ധിച്ചൊക്കെ പറയുകയുണ്ടായി. ചെറിയ രൂപത്തിലെങ്കിലും പരാമർശങ്ങൾ അവരെ സംബന്ധിച്ച് പറഞ്ഞു. അതിനുശേഷം അല്പം ചെറിയ വിവരണം ദാവൂദ് അലൈഹി സ്വലാത്തു വസ്സലാമയെ സംബന്ധിച്ചും സുലൈമാൻ നബിയെ സംബന്ധിച്ചും പറയുകയുണ്ടായി. അവർ ഒക്കെ പ്രവാചകന്മാരാണ്. ഈ പറയുന്നതൊക്കെ ഇനിയും പ്രവാചകന്മാരെ പറയുകയാണ്. എല്ലാവരും ഒരേ രൂപത്തിലല്ല നേരിട്ടത് അവരുടെ സമൂഹത്തിൽ നിന്ന്. ആദ്യത്തെ പ്രവാചകന്മാർ ഇബ്രാഹിം നബിയും അതുപോലെ തന്നെ ലൂത്ത്, നൂഹ് തുടങ്ങിയ പ്രവാചകന്മാരൊക്കെ അതിശക്തമായ എതിർപ്പുകളാണ് നേരിട്ടത്. പ്രബോധന പ്രവർത്തനം തുടങ്ങിയപ്പോൾ തന്നെ വമ്പിച്ച എതിർപ്പുകൾ, പരിഹാസം, ശാരീരികമായ മർദ്ദനങ്ങളൊക്കെ ഏറ്റിട്ടുണ്ട്. അവരെ ജീവനോടെ തന്നെ അങ്ങോട്ട് കുഴിച്ചു മൂടാനും ചുട്ടുകൊല്ലാനും ഒക്കെ ശ്രമിച്ച ആളുകളുണ്ടായിട്ടുണ്ട്. പക്ഷേ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവർ ഈ പ്രബോധന കാര്യത്തിൽ ഉറച്ചു നിന്നപ്പോൾ ആരൊക്കെ വിമർശിച്ചാലും പരിഹസിച്ചാലും എതിർത്താലും ശരി, ഈ സത്യസന്ദേശത്തിൽ ഞങ്ങൾ ഉറച്ചു നിൽക്കുമെന്ന് തെളിയിച്ചപ്പോൾ വമ്പിച്ച വിജയം അവർക്ക് നൽകിയ കാര്യമാണ് പറഞ്ഞത്. എന്ന് മാത്രമല്ല, ആരൊക്കെയാണോ ഇവരെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടി പരിശ്രമിച്ചത്, ആ വിഭാഗത്തെ അല്ലാഹു പൂർണ്ണമായിട്ടും തുടച്ചു നീക്കി. ആ കാര്യത്തെ സംബന്ധിച്ച് പറഞ്ഞു. പിന്നീട് തൊട്ട് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ 2 പ്രവാചകന്മാർ, ദാവൂദ് അലൈഹി സ്വലാത്തു വസ്സലാമയും സുലൈമാൻ അലൈഹി സ്വലാത്തു വസ്സലാമയും, ഇവർ 2 പേരും ഭരണാധികാരികളാണ്. വലിയ അധികാരമുണ്ട്. പിന്നെ അവർക്ക് അതിക്രമം നേരിടുക എന്നുള്ള പ്രശ്നമൊന്നുമില്ല. മാത്രമല്ല, വലിയ നിഅമത്തുകൾ, ഒരുപക്ഷെ ലോകത്ത് മറ്റു മനുഷ്യർക്ക് നൽകാത്ത വമ്പിച്ച അനുഗ്രഹങ്ങൾ നൽകപ്പെട്ട പ്രവാചകന്മാരാണ്. നമ്മളൊരിക്കലും സാധ്യമല്ല, അസാധ്യമാണ്, അത് നടക്കാൻ പോകുന്ന കാര്യമല്ല എന്നൊക്കെ വിചാരിക്കുന്ന തരത്തിൽപ്പെട്ട വമ്പിച്ച മുഅ്ജിസത്തുകൾ നൽകിക്കൊണ്ട് അനുഗ്രഹിച്ച പ്രവാചകന്മാരവർ. ആ അനുഗ്രഹങ്ങൾ കിട്ടിയപ്പോൾ അവർ വല്ലാതെ അഹങ്കാരം കാണിക്കുകയോ ഇത് ഞങ്ങളുടെ കഴിവാന്ന് പറയുകയൊന്നും ചെയ്തിട്ടില്ല. അവരൊക്കെ പൂർണ്ണമായിട്ടും അള്ളാഹുവിന് വഴങ്ങുകയും പടച്ചറബിന് കീഴ്പ്പെട്ടുകൊണ്ട് കൂടുതൽ ആളുകളെ അള്ളാഹുവിലേക്ക് അടുപ്പിക്കുവാനുള്ള ശ്രമങ്ങൾ തുടരുകയാണ് ചെയ്തത്. ഇനി ഇതാ പറയുന്ന 1-2 പ്രവാചകന്മാർ. ആ പ്രവാചകന്മാർ വേറെ രൂപത്തിലാണ് പരീക്ഷിക്കപ്പെടുന്നത്. അതിശക്തമായ രൂപത്തിൽ ശാരീരികമായി മാനസികമായിട്ട് ഒക്കെ പീഡിപ്പിക്കപ്പെട്ട, അവഗണിക്കപ്പെട്ട ഒക്കെ പ്രവാചകന്മാരെ സംബന്ധിച്ച് പറയണം. അവരെന്ത് നിലപാടാണ് ആ ദുരിത സന്ദർഭത്തിൽ സ്വീകരിച്ചതെന്നുള്ള കാര്യങ്ങൾ ഇവിടെ പറയുന്നുണ്ട്. അതിൽ അയ്യൂബ് അലൈഹി സ്വലാത്തു വസ്സലാമയുണ്ട്, അതുപോലെ യൂനുസ് അലൈഹി സ്വലാത്തു വസ്സലാമയൊക്കെ അതിൽ വരുന്നുണ്ട്. നമുക്ക് നോക്കാം 83-ാമത്തെ ആയത്ത് മുതൽ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വഅയ്യൂബ ഇദ് നാദാ റബ്ബഹു അന്നീ മസ്സനിയൽ ളുർറു വഅൻത അർഹമുർ റഹീമീൻ. ഫസ്തജബ്നാ ലഹു ഫകശഫ്നാ മാ ബിഹി മിൻ ളുർർ വആതൈനാഹു അഹ്ലഹു വമിസ്ലഹും മഅഹും റഹ്മതം മിൻ ഇൻദിനാ വദിക്റാ ലിൽ ആബിദീൻ. അയ്യൂബ് അലൈഹി സ്വലാത്തു വസ്സലാമയെ സംബന്ധിച്ചാണ് ഇവിടെ പറയുന്നത്. വാക്കർത്ത് നോക്ക്. വ അയ്യൂബ നേരത്തെ പറഞ്ഞ്, വ ഇബ്രാഹിം നേരത്തെ ഒക്കെ പറഞ്ഞിട്ടുണ്ട് അല്ലേ, വ നൂഹൻ വ ലൂത്ത് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അവരെയും അനുഗ്രഹിച്ചു. പടച്ചറബ് പ്രത്യേകമായ കഴിവുകൾ നൽകി അനുഗ്രഹിച്ചു. അതിനെ സംബന്ധിച്ച് പറയാം, അല്ലെങ്കിൽ യുക്തി ജ്ഞാനവും ഹിക്മത്തും ഇൽമും നൽകി. വ അയ്യൂബ, അയ്യൂബ് നബിയെയും നാം പ്രത്യേകമായി അനുഗ്രഹിച്ചിട്ടുണ്ട്. ഇദ് നാദാ റബ്ബഹു, എന്നിട്ട് നമ്മോട് ഓർമ്മിപ്പിക്കുകയാണ്, നിങ്ങൾ ഓർക്കുക, നാദാ റബ്ബഹു, അദ്ദേഹം തൻ്റെ റബ്ബിനെ വിളിച്ച സന്ദർഭം. നാദ എന്ന് പറഞ്ഞാൽ വിളിക്കുക, പ്രാർത്ഥിക്കുക. ഇത് നാദ റബ്ബഹു, തൻ്റെ റബ്ബിനെ വിളിച്ച് പ്രാർത്ഥിച്ച സന്ദർഭം. എന്താ പറഞ്ഞത്? അന്നീ മസ്സനിയൽ ളുർറു, മസ്സ എന്ന് പറഞ്ഞാൽ ബാധിച്ചു,
സ്പർശിച്ചു എന്നൊക്കെ അർത്ഥം. അന്നി മസ്സനി, നിശ്ചയമായും എന്നെ ബാധിച്ചിട്ടുണ്ട്, അല്ലുർ, ദുരിതം, ഒരു പ്രയാസം ബാധിച്ചിട്ടുണ്ട്. വ അൻത അർഹമുർ റാഹിമീൻ, നീ ആവട്ടെ, വ അൻത, നീ ആവട്ടെ, അർഹമുർ റാഹിമീൻ, കരുണ ചെയ്യുന്നവരിൽ, ദയാമയരിൽ ഏറ്റവും നന്നായിട്ട് കാരുണ്യം ചെയ്യുന്നവനാണ്. അർഹമുർ റാഹിമീൻ. ഫസ്തജബ്നാ ലഹു, അപ്പോൾ ഇസ്തജബ്നാ ലഹു, ഇസ്തജാബ എന്ന് പറഞ്ഞാൽ മറുപടി പറഞ്ഞു, ഉത്തരം നൽകി. ഇസ്തജബ്നാ ലഹു, നാം അദ്ദേഹത്തിന് ഉത്തരം നൽകി. ഫകശഫ്നാ, എന്നിട്ട് നാം നീക്കിക്കൊടുത്തു, മാ ബിഹി മിൻ ലുറിൻ, അദ്ദേഹത്തെ ബാധിച്ച ആ ലുറ്, തിന്മ അല്ലെങ്കിൽ ദുരിതം. വ ആതൈനാഹു, എന്നിട്ട് അദ്ദേഹത്തിന് നാം നൽകി, അഹ്ലഹു, അദ്ദേഹത്തിൻ്റെ കുടുംബത്തെയും, വ മിസ്ലഹും മഅഹും, അദ്ദേഹത്തിൻ്റെ കൂടെ അല്ലെങ്കിൽ അവരുടെ കൂടെ അതുപോലെ വീണ്ടും അതുപോലെ ഇരട്ടി വേറെയും നൽകി. റഹ്മതം മിൻ ഇൻദിന, നമ്മുടെ അടുത്തു നിന്നുള്ള കാരുണ്യമായിട്ട്. വ ദിക്റാ ലിൽ ആബിദീൻ, നന്നായിട്ട് അള്ളാഹുവിന് കീഴ്പ്പെടുന്ന, കീഴൊതുങ്ങി ജീവിക്കുന്ന ആബിദുകളായ ആളുകൾക്ക് ദിക്റ, ഒരു പാഠമായിട്ടും ഉത്ബോധനമായിട്ടും എന്നാണ് അയ്യൂബ് അലൈഹി സ്വലാത്തു വസ്സലാം 2 ആയത്തിൽ പറഞ്ഞിരിക്കുന്നത്. വിശുദ്ധ ഖുർആനിൽ 4 സ്ഥലങ്ങളിൽ അയ്യൂബ് നബിയെ സംബന്ധിച്ച് പരാമർശിക്കുന്നുണ്ട്. സൂറത്ത് സ്വാദിലുണ്ട്, അതുപോലെ തന്നെ നേരത്തെ സൂറത്ത് അൽ കലമിലുണ്ട്. ഇങ്ങനെയുള്ള 3-4 സ്ഥലങ്ങളിൽ, ഈ സ്ഥലങ്ങളിലൊക്കെ ചെറിയ പരാമർശം നടത്തുകയാണ് അയ്യൂബിനെ സംബന്ധിച്ച്. അദ്ദേഹത്തെ സംബന്ധിച്ച് പറയുന്നത്, ഇത് അദ്ദേഹത്തിൻ്റെ വംശാവലിയെ സംബന്ധിച്ചൊക്കെ വ്യത്യസ്തമായ അഭിപ്രായങ്ങളുണ്ട്. ഏതായാലും ഇസ്രായേലിയരിൽപ്പെട്ട പ്രവാചകനാണ് എന്നാണ് ബഹുഭൂരിഭാഗം ആളുകളും പറയുന്നത്. ഇയ്യോബ് എന്ന പേരിൽ ബൈബിൾ അദ്ദേഹത്തെ സംബന്ധിച്ച് പരാമർശിക്കപ്പെടുന്നുണ്ട്. ആ പ്രവാചകൻ വളരെ അധികം സമ്പത്തുള്ള, വളരെ കൂടുതലായിട്ട് ആൾബലമുള്ള അല്ലെങ്കിൽ കുടുംബക്കാരുള്ള, ധാരാളം ഭൃത്യജനങ്ങളുള്ള, വലിയ അളവിൽ കാലി സമ്പത്തുള്ള, കാർഷിക സമ്പത്തൊക്കെയുള്ള നല്ലൊരു പ്രവാചകനായിരുന്നു. വലിയ സമ്പന്നനായിരുന്നു. ആ സമ്പത്ത് മുഴുവൻ അദ്ദേഹം ചെയ്തതൊക്കെ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ വിനിയോഗിക്കുക, പാവപ്പെട്ടവരെ സഹായിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ഒരിക്കലും സമ്പത്ത് കിട്ടിയതിൻ്റെ പേരിൽ അദ്ദേഹം അഹങ്കരിച്ചിട്ടേ ഇല്ല. പൂർണ്ണമായിട്ടും ആളുകളുടെ, ജനങ്ങളുടെ കഷ്ടപ്പാട് നീക്കാൻ വേണ്ടിയിട്ട് അത് അങ്ങേയറ്റം ഔദാര്യപൂർവ്വം അല്ലെങ്കിൽ ഉദാരതയോടുകൂടെ അദ്ദേഹം ചെലവഴിക്കുക ചെയ്തത്. നീതിപൂർവമാണ് ആളുകളോട് പെരുമാറിയത്. നല്ലതേ അദ്ദേഹത്തെ സംബന്ധിച്ച് ആർക്കും പറയാനുള്ളൂ. ധാരാളം സമ്പത്തുണ്ട്, പ്രവാചകനുമാണ്. അങ്ങനെ ഇരിക്കെ അദ്ദേഹത്തെ അള്ളാഹു പരീക്ഷണത്തിന് വിധേയമാക്കുകയാണ്. ആ പരീക്ഷണം ആദ്യം തന്നെ അദ്ദേഹത്തിന് നൽകപ്പെട്ട ഈ സമ്പത്ത്, മുതലുകളൊക്കെ എടുത്തു കളയുക എന്നാണ്. മുതൽ നൽകിയാണ് ആദ്യം പരീക്ഷിക്കുന്നത്. ആ മുതൽ നൽകി പരീക്ഷിച്ചപ്പോൾ വളരെ നല്ല നന്ദിയുള്ള അടിമയായിട്ട് പെരുമാറുക. ഒക്കെ കൊടുക്കാനുള്ളവർക്കൊക്കെ കൊടുക്കുന്നുണ്ട്, ആരോടും അനീതി ചെയ്യുന്നില്ല, അക്രമം ചെയ്ത് ഉഷാറായിട്ട് ഏറ്റവും മാതൃകായോഗ്യന മനുഷ്യൻ. അതിനെ സംബന്ധിച്ച് ബൈബിളിൽ ഇയ്യോബ് പുസ്തകത്തിൽ പറയുന്നത്, ഇദ്ദേഹം ചെകുത്താൻ വന്നിട്ട് പരാതി പറയുക, നീ അയ്യൂബിനെ സംബന്ധിച്ച് അള്ളാഹു ഇങ്ങനെ വലിയ അഭിമാനത്തോടുകൂടി പറയുക, അയ്യൂബിനെ നോക്കൂ നിങ്ങൾ, ഇത്ര വലിയ സമ്പത്തോടെ എത്ര നന്നായിട്ട് അദ്ദേഹം പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്, അഹങ്കാരമില്ല, ധാരാളം ആളുകൾക്ക് സഹായം ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞപ്പോൾ പിശാച് പറഞ്ഞത്രേ, അത് നീ അവന് എല്ലാ സുഖങ്ങളും സൗകര്യവും കൊടുത്തിട്ടുണ്ടല്ലോ, അതുകൊണ്ടല്ലേ, ആ സുഖ സൗകര്യങ്ങളൊന്ന് എടുത്ത് കളഞ്ഞു നോക്ക്, അവനെ നിനക്ക് കാണാമെന്ന് പറഞ്ഞു. അങ്ങനെ അത് ബൈബിളിലുള്ളൊരു വ്യാഖ്യാനമാണ് ആ പറയുന്നത്. അങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആല പിന്നീട് ഇദ്ദേഹത്തെ പരീക്ഷണത്തിന് ഇരയാക്കുന്നത് ഈ സുഖ സൗകര്യങ്ങൾ എടുത്തു കളയുക. അദ്ദേഹത്തിൻ്റെ സമ്പത്ത്, ധാരാളം കാലി സമ്പത്ത്, ഒട്ടകങ്ങളുണ്ട്, ആയിരക്കണക്കിന് ഒട്ടകങ്ങൾ, ആടുകൾ, കഴുതകൾ, അതുപോലെ തന്നെ ധാരാളം ഭൃത്യന്മാർ ഒക്കെ അദ്ദേഹത്തിനുണ്ട്, വലിയ കൃഷിസ്ഥലമൊക്കെ ഉണ്ട്. ഓരോന്നോരായിരുന്നായിട്ട് പിടിച്ചു, എല്ലാം നശിക്കുക, ഒക്കെ എടുത്തു കളയുക. അദ്ദേഹത്തിൻ്റെ മക്കൾ 7 മക്കൾ എന്നും 10 മക്കൾ എന്നൊക്കെ പറയുന്നുണ്ട്, ധാരാളം കഥകളാണ് പലതരത്തിൽപ്പെട്ട. എല്ലാ മക്കളും നശിച്ചുപോയി, മരണപ്പെട്ടു പോയി എന്ന് പറയുന്നു. ഏതായാലും ശരി, ഇങ്ങനെ കൊണ്ട് ഭൃത്യന്മാരൊക്കെ അദ്ദേഹത്തെ വിട്ട് അകന്നു പോയി, ഒക്കെ പോയി, സമ്പത്തൊക്കെ പോയപ്പോൾ അദ്ദേഹം വീണ്ടും ശുക്ർ ചെയ്തു. എന്താ പറഞ്ഞതെന്നറിയോ? ഒക്കെ തന്നത് അള്ളാഹുവാണ്, അതന്ന് അവൻ തിരിച്ചെടുത്തിരിക്കുന്നു, കൂടുതൽ നന്ദിയുള്ള അടിമയായി മാറുക. അങ്ങനെ വീണ്ടും മുന്നോട്ട് പോകുമ്പോഴാണ് ഗുരുതരമായ ഒരു രോഗം അദ്ദേഹത്തെ ബാധിക്കുന്നത്. സമ്പത്തും മുതലൊക്കെ പോയി, സന്താനങ്ങൾ പോയി, എല്ലാ തരത്തിൽപ്പെട്ട ഒക്കെ പോയി. പക്ഷേ
രോഗം ബാധിച്ചു, ഗുരുതരമായ രോഗം. അദ്ദേഹത്തിൻ്റെ ശിരസ് മുതൽ കാൽ അടിവരെ മൊത്തം അദ്ദേഹത്തെ ഒരു ചർമ്മരോഗം ബാധിച്ചു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഖുർആൻ്റെ പ്രയോഗങ്ങളിൽ നിന്ന്. ആ രോഗം വല്ലാതെ പ്രയാസപ്പെടുത്തി. അദ്ദേഹത്തെ അടുത്ത് നിൽക്കാൻ പോലും ആളുകൾക്ക് പറ്റാത്ത വിധത്തിൽ വല്ലാത്തൊരു ദുരന്തപൂർണമായ രോഗം. ആർക്കാ കൊടുക്കുന്നത്? അള്ളാൻ്റെ ഒരു പ്രവാചകനാണേ. അദ്ദേഹത്തെ മുഴുവൻ ആൾ ഉപേക്ഷിച്ച് സ്വന്തം ഭാര്യ മാത്രമാണ് അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്നത്. അങ്ങനെ പൂർണ്ണമായിട്ട് ഉപേക്ഷിക്കപ്പെട്ട അയ്യൂബ് അലൈഹിസ്സലാത്തു വസ്സലാം ആ സമയത്തും അദ്ദേഹം നടത്തിയൊരു പ്രാർത്ഥനയുണ്ട്. അപ്പോഴും പിശാച് പിന്നാലെ ഉണ്ട്, പലപ്പോഴും ഇങ്ങനെ വന്ന് ദുർബോധം ചെയ്യുന്നത്. ഞാനെന്ത് തെറ്റാ ചെയ്തതെന്നൊക്കെ ഒരുപക്ഷെ അദ്ദേഹത്തോട് ഇങ്ങനെ പറയുന്നുണ്ടാവും. ഇത്രയൊക്കെ നല്ല എന്നെ ഇങ്ങനെ ദുരിതം ബാധിക്കാൻ പാടുണ്ടോ എന്ന് ചെകുത്താൻ പറയുന്നുണ്ടാവും. ഇത് ഇങ്ങനെയൊക്കെ തന്ന ദൈവത്തെ ഞാൻ ഇനി എന്തിന് അംഗീകരിക്കണം എന്നൊക്കെ പറയുന്നുണ്ടാവും. പക്ഷേ അദ്ദേഹം പറഞ്ഞത് ഇതാണ്, അയ്യൂബിനെ നിങ്ങൾ ഓർക്കുക, അല്ലെങ്കിൽ അയ്യൂബിന് നാം അനുഗ്രഹം ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ഓർക്കേണ്ടത് ഇത് നാദ റബ്ബഹു, അദ്ദേഹം തൻ്റെ റബ്ബിനോട് പ്രാർത്ഥിച്ച സന്ദർഭം. അന്നീ മസ്സനിയ ലുറു, തീർച്ചയായിട്ടും എന്നെ ഒരു ലുറ് ബാധിച്ചിട്ടുണ്ട്, ഒരു ദുരിതം, ഒരു എടങ്ങേറ് എന്നെ പിടികൂടിയിട്ടുണ്ട്. വ അൻത അർഹമുർ റഹീമീൻ, നീ ഏറ്റവും അധികം കാരുണ്യം ചെയ്യുന്നവനാണല്ലോ. അർഹമുർ റഹീമീൻ നമ്മൾ പറയാറുണ്ട്. അർഹമുർ റഹീമീൻ എന്ന് പറഞ്ഞാൽ റാഹിം, കാരുണ്യം ചെയ്യുന്നവരുടെ കൂട്ടത്തിൽ ഏറ്റവും നന്നായിട്ട് ഇങ്ങനെ കാരുണ്യം ചെയ്യാൻ ആർക്കും സാധ്യമല്ല. അർഹമുർ റഹീമീൻ എന്ന് പറഞ്ഞു. ഇതാണ് പ്രാർത്ഥന. രോഗം ബാധിച്ചപ്പോൾ നിരന്തരമായിട്ട് ഇദ്ദേഹം ചെയ്തുകൊണ്ടിരുന്ന ദിക്ർ അല്ലെങ്കിൽ ദുആ എന്ന് പറയും ഇതാണ്. ഈ ദിക്റിൽ ഒന്നും എടുത്തു പറയുന്നില്ല. പറയുകയാണെങ്കിൽ കുറേ ഉണ്ട് അദ്ദേഹത്തിന് പറയാൻ. പടച്ചറബേ, എനിക്ക് നീ ധാരാളം സമ്പത്ത് നൽകിയപ്പോൾ അതൊക്കെ നിൻ്റെ ഇഷ്ടത്തിനനുസരിച്ചാണല്ലോ ഞാൻ ചെലവഴിച്ചത്. നിൻ്റെ മാർഗത്തിലേക്ക് ആളുകളെ പ്രബോധനം ചെയ്തല്ലേ ഞാൻ ജീവിച്ചത്. പടച്ചറബേ, എന്തിനാണ് എന്നെ ഇങ്ങനെ ആക്കിയതെന്നൊക്കെ ഒന്നും ചോദിക്കുന്നില്ല. അന്നി മസ്സനിയ ദുർറു, എന്നെ ഒരു ദുരിതം ബാധിച്ചിട്ടുണ്ട്. വ അൻത അർഹമുർ റഹീമീൻ എന്ന് പ്രാർത്ഥിക്കുക. ഈ പ്രാർത്ഥനയെ സംബന്ധിച്ച് വേറെ അന്നി മസ്സനിയ ശൈത്വാൻ എന്ന് പറയും, ചെകുത്താൻ. അത് എന്താണെന്ന് ചോദിച്ചാൽ ഇദ്ദേഹത്തിൻ്റെ ബേജാറ് രോഗം മാറാത്തതല്ല, മറിച്ച് എൻ്റെ വിശ്വാസത്തെ ഏത് സമയത്തും തെറ്റിച്ച് കളയാൻ പാകത്തിൽ ചെകുത്താൻ കൂടെയുണ്ട്. നോക്കുകൾ, ചെകുത്താൻ കൂടെയുണ്ട് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ പ്രേരിപ്പിക്കുകയാണ്. എന്തിനാ അയ്യൂബ ഇങ്ങനെയുള്ള ഒരു ദൈവത്തിന് നീ അടിമപ്പെട്ട് കഴിയുന്നത്? നീ എന്ത് തെറ്റാ ചെയ്തത്? ഇത്രയധികം നന്മകൾ ചെയ്ത നിന്നെ ഇങ്ങനെ ഇത്രയധികം വമ്പിച്ച പരീക്ഷണങ്ങൾ കൊണ്ട് ലോകത്താരും പരീക്ഷിക്കപ്പെടാത്ത രൂപത്തിൽ പരീക്ഷിക്കപ്പെടരുത്, നീ ഇപ്പോഴും ദൈവത്തിന് അടിമയായി നിൽക്കുക. ഇതൊക്കെ ചോദിക്കാറുണ്ട് ചില ആളുകളൊക്കെ നമ്മുടെ നാട്ടിൽ. ഏതെങ്കിലും നല്ലൊരു മനുഷ്യൻ എന്തെങ്കിലും സംഭവിച്ചാൽ ആ മൂപ്പർക്ക് അത് പറ്റുമോ എന്നൊക്കെ ചോദിക്കും. നല്ലവർക്ക് പറ്റൂല എന്നൊന്നുമില്ല. പടച്ചറബ് പരീക്ഷണം കൊടുക്കുക എന്ന് പറഞ്ഞാൽ പല രൂപത്തിലുള്ള പരീക്ഷണമാണ് ജീവിതം. അതാണ് ലിയബ്ലുവക്കും അയ്യുക്കും അഹ്സനു അമല, നിങ്ങളെയൊക്കെ പരീക്ഷിക്കുവാൻ വേണ്ടി, നിങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും നന്നായിട്ട് പ്രവർത്തിക്കുന്നത് ആര് എന്ന് അറിയുവാൻ വേണ്ടി, പരീക്ഷിക്കുവാൻ വേണ്ടിയിട്ടാണ് അള്ളാഹു സൃഷ്ടിച്ചത്. പറയുന്നുണ്ട് അള്ളാഹു, അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത ലിയബ്ലുവക്കും അയ്യുക്കും അഹ്സനു അമല. അള്ളാഹു ജീവൻ നൽകിയത് എന്തിനാ? ആ പരീക്ഷണം പല കോലത്തിലാണ് ഉണ്ടാവുക. അയ്യൂബ് അലൈഹി സ്വലാത്തു വസ്സലാമക്ക് ആദ്യം കൊടുത്തതെന്ന് വെച്ചാൽ നന്നായിട്ട് സമ്പത്ത് കൊടുത്തു, വമ്പിച്ച വിജയം നേടി അദ്ദേഹം. വിജയം നേടി എന്ന് പറഞ്ഞാൽ ആ പരീക്ഷത്ത് പരാജയപ്പെട്ടതേ ഇല്ല. അതിൽ കൊടുക്കേണ്ട എല്ലാ തരത്തിൽപ്പെട്ട ഹക്കും അതിലധികവും ഒക്കെ അദ്ദേഹം കൊടുത്തുകൊണ്ടിരുന്നു. ധാരാളമായിട്ട് അള്ളാഹുവിന് ശുക്ർ ചെയ്തു. പരീക്ഷണം മറിച്ചു, തിരിച്ചിട്ടു, സമ്പൂർണ്ണമായിട്ട് അത് എടുത്തു കളഞ്ഞു എന്ന് മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ ആരോഗ്യം പോലും ചോദ്യം ചെയ്യപ്പെട്ടു. ഭയങ്കരമായ ഗുരുതരമായ രോഗം ബാധിച്ചു. അദ്ദേഹം പരാജയപ്പെട്ടില്ല. അപ്പോഴും പരാജയപ്പെടുത്താൻ വേണ്ടി ചെകുത്താൻ ചുറ്റിലുണ്ട്. പലരും പറയാറുണ്ട് അദ്ദേഹത്തോട് വന്നിട്ട്, എന്തിനാ അയ്യൂബ ഇനിയും ഇങ്ങനെ പറഞ്ഞു കൊടുത്തിട്ട് എന്ത് കാര്യമുള്ളത്? നിന്നെ നോക്കിയിട്ടില്ലെങ്കിൽ പിന്നെ ആരെ ദൈവം നോക്കുക? അപ്പോൾ അദ്ദേഹം പറയുക, അന്നീ മസ്സനിയ ദുർറു വ അൻത അർഹമുർ റഹീമീൻ, എന്നെ ബാധിച്ചത് ദുരിതം ബാധിച്ചിരിക്കുന്നു. അല്ലെങ്കിൽ അന്നീ മസ്സനിയ ശൈത്വാൻ എന്ന് വേറെ സ്ഥലത്ത് കാണാം. ചെകുത്താൻ, അവൻ ആ ഒരു ദുർബോധനമാണ് എനിക്കുള്ള പ്രയാസം. വ അൻത അർഹമുർ റഹീമീൻ, നീ ഏറെ കാരുണ്യവാനാണല്ലോ എന്ന് പറയാം. ചിലപ്പോൾ ആളുകൾ നമ്മുടെ നാട്ടിൽ ഈ നല്ല ഉഷാറ് നിൽക്കുമ്പോൾ പ്രശ്നമൊന്നും ഉണ്ടാവില്ല. വേണ്ടപ്പെട്ട ഒരാൾ മരിച്ചാൽ അല്ലെ ഗുരുതരമായ രോഗം വന്നാൽ പെട്ടെന്ന് ആളുകൾ മാറും ചിന്താഗതി. പിന്നെ ചില ആൾക്കാരൊക്കെ ദൈവ നിഷേധിയനായിട്ട് മാറും.
ഭയങ്കര യുക്തിവാദികളായി. എന്തിന് ഞാൻ ആക്കണം, എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ടതിനെ റബ്ബ് കൊണ്ടുപോയില്ല, പിന്നെ എന്ത് ദൈവം എന്നോട് കരുണ ചെയ്യാത്തെന്നൊക്കെ പറയും. പിന്നെ അയ്യൂബ് അലൈഹി സ്വലാത്തു വസ്സലാമയുടെ അടുത്തും ഇങ്ങനെ ആൾക്കാർ ചോദിച്ചിട്ടുണ്ട്. അയ്യൂബ് ആയിട്ടുള്ളൊരു സംഭാഷണം ആ ബൈബിളിൽ പരാമർശിക്കുന്നുണ്ട്. അതിൽ പറയുന്നുണ്ട്, ഭാര്യ ചോദിക്കുന്നുണ്ട് അദ്ദേഹത്തോട്, നിങ്ങൾ എന്താ നമ്മൾ ഇങ്ങനെയൊക്കെ ദൈവം പരീക്ഷിക്കുന്നത് എന്താ? നമ്മൾ ചിലപ്പോൾ ചോദിക്കല്ലോ, നമ്മളെങ്ങനെ എന്തേക്കുമല്ലോ പരീക്ഷിക്കുന്നതൊക്കെ. അയ്യൂബ് മറുപടി കൊടുക്കുന്നുണ്ട്, നമുക്ക് എത്ര കാലം ഏറ്റവും നല്ല സുസ്ഥിതി ഉണ്ടായിരുന്നു? 40 വർഷം. ആ സംഭാഷണം ഉദ്ധരിക്കുകയാണ്. പിന്നീട് ചോദിച്ചു, എത്ര കാലം നമുക്ക് രോഗം ബാധിച്ചു? 7 കൊല്ലം. അപ്പോൾ 40 കൊല്ലം ഇത്രയും വലിയ നന്മ തന്നത് ആരാ? അള്ളാഹു അല്ലേ? അതൊക്കെ നമ്മൾ സ്വീകരിച്ചില്ലേ? ഇനി അതേപോലത്തെ തിന്മ തരുന്നതും അള്ളാഹു ആണ്, സ്വീകരിക്കുക. അദ്ദേഹം പറയാ, ഇങ്ങനെ രണ്ടും ഒരേപോലെ സ്വീകരിക്കാൻ കഴിയണം. നമ്മുടെ നന്മ ഏതിലാണ് നമുക്കറിയില്ല. ആരോഗ്യമുള്ളതാണ് നന്മ എന്ന് നമ്മൾ വിചാരിക്കുക, ചിലപ്പോൾ രോഗം വരലായിരിക്കും നന്മ. ജീവിച്ചിരിക്കലാണ് നന്മ എന്നാണ് നമ്മുടെ ധാരണ, ഒരു പക്ഷേ ചിലപ്പോൾ മരണമായിരിക്കും നന്മ. അങ്ങനെയൊക്കെ ഉണ്ടാവാം, ഏതാണെന്നറിയില്ല. പടച്ചവനോട് ഇദ്ദേഹത്തിൻ്റെ പ്രാർത്ഥന ഇതാണ്, അന്നി മസ്സനിയ ദുർറു വ അൻത അർഹമുർ റഹീമീൻ. പടച്ച റബ്ബേ, ഒരു ദുരിതം എന്നെ ബാധിച്ചിട്ടുണ്ട്, അതുകൊണ്ട് നീ അർഹമുർ റഹീമീനാണ്, ഏറെ കാരുണ്യവാനാണ് എന്ന്. ആ പ്രാർത്ഥന നിരന്തരം അദ്ദേഹം ദിക്റുകളായിട്ട് ഉരുവിട്ടുകൊണ്ടിരിക്കുകയാണ്. അള്ളാഹു പറയുന്നു, ഫസ്തജബ്നാ ലഹു, അപ്പോൾ നാം അദ്ദേഹത്തിന് മറുപടി നൽകി, ജവാബ് നൽകി, ഉത്തരം നൽകി. ഫകശഫ്നാ മാ ബിഹി മിൻ ലുർരിൻ, അദ്ദേഹത്തെ ബാധിച്ച ആ ലുർറ് നാം നീക്കിക്കൊടുത്തു. അയ്യൂബിനെ ബാധിച്ച ഈ പ്രയാസം അല്ലാഹു നീക്കിക്കൊടുത്തു. അത്ഭുതകരമായിട്ടുള്ള മാറ്റ. എല്ലാവരും വെറുത്ത് കളഞ്ഞൊരു ലോകം, ആ രോഗത്തിൽ എല്ലാവരും അദ്ദേഹത്തെ ഉപേക്ഷിച്ച് മാറിയെന്നിരുന്നു. അള്ളാഹുവിനോട് നിരന്തരമായി അദ്ദേഹം ഇങ്ങനെ പറയുക, അന്നി മസ്സനിയ ദുർറു വ അൻത അർഹമുർ റഹീമീൻ. അപ്പോൾ അള്ളാഹു അത് മാറ്റിക്കൊടുത്തു. എന്നിട്ട് പറയാണ്, വ ആതൈനാഹു, പിന്നീട് അദ്ദേഹത്തിന് നാം കൊടുത്തു. രോഗം മാറിയതിന് ശേഷേ ആതൈനാഹു, നാം അദ്ദേഹത്തിന് നൽകി, അഹ്ലഹു, അദ്ദേഹത്തിൻ്റെ കുടുംബത്തെ, വമിസ്ലഹും മഅഹും, വമിസ്ലഹും, അതുപോലുള്ളവരെയും, മഅഹും, അദ്ദേഹത്തിൻ്റെ അവരുടെ കൂടെ എന്ന് പറഞ്ഞാൽ കുടുംബത്തിൻ്റെ നേരത്തെ ഉള്ള കുടുംബക്കാരുടെ കൂടെ വീണ്ടും ആളുകളുടെ എണ്ണം വർദ്ധിപ്പിച്ചു. അതാണ് വ ആതൈനാഹു അഹ്ലഹു വമിസ്ലഹും മഅഹും, അദ്ദേഹത്തിൻ്റെ കുടുംബത്തെ തിരിച്ചു നൽകി. അത് 2 രൂപത്തിലാവും. നേരത്തെ പറഞ്ഞത് ഒന്ന് മരിച്ചുപോയി എന്നുള്ളതാണ്, അത് മരിച്ചത് പോയി. അതല്ല, ചില ആളുകൾ അതിനെ വ്യാഖ്യാനിച്ചത് അദ്ദേഹത്തെ വിട്ടേച്ചു പോയി എന്നാണ്. മക്കളെല്ലാം അവരെല്ലാവരും തിരിച്ചു വന്നു എന്നാവാം. വീണ്ടും അദ്ദേഹത്തിൻ്റെ ഭാര്യ ധാരാളം കുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകി. ആതൈനാഹു അഹ്ലഹു വമിസ്ലഹും മഅഹും റഹ്മതം മിൻ ഇൻദിനാ, റഹ്മതം മിൻ ഇൻദിനാ, നമ്മുടെ അടുത്തുള്ള കാരുണ്യമായിട്ട്. അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചെന്താ? അർഹമുർ റഹീമീനാണ്. നമ്മുടെ റഹ്മത്ത് അങ്ങനെ കൊടുത്തു ഇദ്ദേഹത്തിന്. വദിക്റാ ലിൽ ആബിദീൻ, അദ്ദേഹം ആബിദാണ്. ആബിദ് എന്ന് പറഞ്ഞാൽ എപ്പോഴും പടച്ചറബിന് കീഴ്പ്പെട്ട് കഴിയുക. അത് രോഗം വന്നാലും കീഴ്പ്പെടും, നല്ല സുഖസമൃദ്ധിയിലും കീഴ്പ്പെടും. ചില ആളുകൾ സുഖസമൃദ്ധിയിൽ പടച്ചവന് തീരെ ഓർമ്മ ഉണ്ടാവില്ല, അത് നേരം ഉണ്ടാവില്ല നിസ്കരിക്കാനൊന്നും. ഓരോ സ്ഥലത്ത് ഇങ്ങനെ ബ്രാഞ്ചൊക്കെ തുടങ്ങിയിട്ട് ജുമക്ക് വരെ മര്യാദയ്ക്ക് എത്താൻ സമയം ഉണ്ടാവില്ല. പൊളിയുമ്പോഴാണ് നിരന്തരം പള്ളിയിലായിരിക്കും, എഴുത്തിക്കാഫായിരിക്കും. പിന്നെ അങ്ങനെയല്ല വേണ്ടത്, എല്ലാ സന്ദർഭത്തിലും. ആബിദ് എന്ന് പറഞ്ഞാൽ ഏത് സന്ദർഭത്തിലും, അത് സുഖസ്ഥിതിയിലും ദുഃഖസ്ഥിതിയിലും ദുസ്ഥിതിയിലും ഒക്കെ തന്നെ അള്ളാഹുവിനെ ഓർക്കുന്ന യഥാർത്ഥ അടിമകൾ, ഇതൊരു പാഠമാണ്, ഒരു ദിക്ർ ആണ് എന്നാണ് അള്ളാഹു പറയുന്നത്. അയ്യൂബ് നബിയെ ബാധിച്ച ഈ പ്രയാസത്തിൻ്റെ അദ്ദേഹത്തിന് അള്ളാഹു ഒരു ചികിത്സ പറഞ്ഞു കൊടുക്കുന്നു. ഉർക്കുൽ ബിരിജിലിക്, നിൻ്റെ കാലിട്ടടിക്കുക. സൂറത്ത് സ്വാദിൽ കാണാം, അതിൽ പറയുന്നുണ്ട് ഉർക്കുൽ ബിരിജിലിക്ക, നിൻ്റെ കാല് നിലത്തടിക്കുക. അത് നിനക്ക് അവിടെ നിന്ന് സൂറത്ത് സ്വാദിലെ 40-ാമത്തെ ആയത്തിൽ കാണാം. വദ്കുർ അബ്ദന അയ്യൂബ് ഇദ് നാദാ റബ്ബഹു അന്നി മസ്സനിയ ശൈത്വാനു ബിനുസ്ബിൻ വഅദാബ് ഉർകുൽ ബിരിജ്ലിക് ഹാദാ മുഗ്തസലുൻ ബാരിദുൻ വശറാബ് വവഹബ്നാ ലഹു അഹ്ലഹു വമിസ്ലഹും മഅഹും റഹ്മതം മിന്നാ വദിക്റാ ലിഉലിൽ അൽബാബ്. അദ്ദേഹം കാലിട്ടടിച്ചപ്പോൾ ഒരു കുളിർ ജലം, നല്ല തണുപ്പുള്ള ജലം ഉറവ വന്നു. അതിൽ അദ്ദേഹത്തോട് കുളിക്കാനും കുടിക്കാനും ആവശ്യപ്പെടുന്നു എന്നാണ്. മുഗ്തസലുൻ വശറാബ് എന്ന് പറയുക, ബാരിദുൻ വശറാബ്, കുളിക്കാനും കുടിക്കാനുമായിട്ട് നല്ല ഒരു തെളിനീരുറവ അദ്ദേഹത്തിന് ഒഴുക്കി കൊടുത്തു. അതിലൂടെ അദ്ദേഹത്തിൻ്റെ രോഗം സുഖപ്പെടുത്തി.
പൂർണ്ണ ആരോഗ്യത്തോടെ തിരിച്ചു വരികയാണ്. അദ്ദേഹത്തെ പിന്നെ കണ്ടിട്ട് ആളുകൾ തിരിച്ചറിയാത്ത രൂപത്തിൽ ഏറ്റവും സുന്ദരനായിട്ട് നല്ല ഒരു ആരോഗ്യ ദൃഢഗാത്രനായിട്ട് അദ്ദേഹത്തെ മാറ്റി വീണ്ടും അല്ലാഹു കൊണ്ടുവന്നു എന്ന് നമുക്ക് കാണാൻ കഴിയും. അതാണ് അയ്യൂബ് അലൈഹി സ്വലാത്തു വസ്സലാമയോട് അള്ളാഹു ചെയ്ത കാര്യം പറയുകയാണ്. അവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് പരീക്ഷണത്തിൻ്റെ 2 അവസ്ഥകളും ഒരേപോലെ നേരിട്ട മനുഷ്യനാണ്. ആ 2 സന്ദർഭങ്ങളിലും വലിയ സഹനത്തോടുകൂടെ ഈ മാർഗത്തിൽ ഉറച്ചു നിന്ന വ്യക്തിത്വമായിട്ടാണ് അയ്യൂബ് നബിയെ അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പരിചയപ്പെടുത്തിയിരുന്നത്. നോക്കിനി, വ ഇസ്മാഈല വ ഇദ്രീസ വദൽ കിഫ്ൽ കുല്ലും മിനസ്സാബിരീൻ. 3 പ്രവാചകന്മാരെ ഒറ്റ വരിയിൽ പറയുകയാണ്. വ ഇസ്മാഈൽ വ ഇദ്രീസ് വദൽ കിഫ്ൽ കുല്ലും മിനസ്സാബിരീൻ. ഇസ്മായിൽ അലൈഹിസ്സലാത്തു വസ്സലാം, ഇദ്രീസ് അലൈഹിസ്സലാത്തു വസ്സലാം, വദൽ കിഫ്ൽ ദുൽകിഫ്ൽ അലൈഹിസ്സലാത്തു വസ്സലാം, കുല്ലും മിനസ്സാബിരീൻ. എല്ലാവരും വമ്പിച്ച ക്ഷമാശീലരിൽപ്പെട്ടവരാണ്. കുല്ലും മിനസ്സാബിരീൻ. ഇസ്മായിൽ അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ക്ഷമ നമുക്കറിയാം, ശരിക്കും അറിയുന്നതാണ്. അദ്ദേഹം അവിടെ ആദ്യത്തെ കുഞ്ഞായിരിക്കുമ്പോൾ തന്നെ അല്ലേ അവിടെ ഉപേക്ഷിക്കപ്പെട്ടു പോവുകയാണ്. ഉമ്മയും കുഞ്ഞിനെയും അവിടെ ആ മരുഭൂമിയിൽ ഉപേക്ഷിച്ച് പോകുന്ന സമയം, അതിനുശേഷം തൻ്റെ പിതാവിന് കഴുത്ത് നീട്ടി വെച്ച് കൊടുക്കുകയാണ്. ഒരു പ്രശ്നവുമില്ല പിതാവേ, എന്താണ് നിങ്ങൾ കണ്ടത് അത് ചെയ്തു കൊള്ളുക, താങ്കളോട് കൽപ്പിക്കപ്പെട്ടത് പ്രവർത്തിച്ചു കൊള്ളുക, എന്നെ താങ്കൾക്ക് സാബിറുകളുടെ കൂട്ടത്തിൽ കാണാം എന്ന് പറഞ്ഞുകൊണ്ട് കടന്നു കൊടുക്കുകയാണ് അവിടെ കഴുത്ത് നീട്ടി വെച്ചിട്ട്. ഇസ്മായിൽ വ ഇദ്രീസ്. ഇദ്രീസ് അലൈഹി സ്വലാത്തു വസ്സലാം ഖുർആൻ അദ്ദേഹത്തെ സംബന്ധിച്ച് 2 സ്ഥലങ്ങളിലാണ് പരാമർശിക്കുന്നത്. ആദം അലൈഹി സ്വലാത്തു വസ്സലാമക്ക് ശേഷം നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാമയുടെ മുമ്പേ വന്ന പ്രവാചകനാണ് ഇദ്രീസ് അലൈഹി സ്വലാത്തു വസ്സലാം എന്നാണ് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ വിശദാംശങ്ങളൊന്നും നമുക്ക് ലഭ്യമല്ല. പിന്നെ പറയുന്നത് വദൽ കിഫുൽ. ഖുർആനിൽ 2 തവണയാണ് അദ്ദേഹത്തിൻ്റെ പേര് പറയുന്നത്. ദുൽകിഫുൽ എന്ന് പറയുന്നത് ഒരു പ്രവാചകനാണ്. അത് ഈ ദുൽകിഫുൽ എന്ന് പറയുന്നത് അദ്ദേഹത്തിന് ശരിക്കുള്ള നാമമല്ല, ഒരു എന്താ പറയുക, ഒരു അറിയപ്പെടുന്നത് ആ രൂപത്തിൽ. ദുൽകിഫുൽ എന്ന് പറഞ്ഞാൽ ഭാഗ്യമുള്ളവൻ എന്നാണ്. ദുൽകിഫുൽ, കിഫുൽ എന്ന് പറഞ്ഞാൽ ഭാഗ്യം, ഓഹരി, വിഹിതം എന്നൊക്കെയാണ് അർത്ഥം. കിഫിലുള്ളവൻ, സൗഭാഗ്യമുടയവൻ എന്നാണ്. അദ്ദേഹത്തിൻ്റെ പേര് വേറെ എന്തോ ആയിരുന്നു എന്നൊക്കെ ധാരാളം റിപ്പോർട്ടുകൾ കാണാൻ കഴിയും. വ്യത്യസ്തമായ രൂപത്തിൽ ആളുകൾ അതിനെ സംബന്ധിച്ച് പറയുന്നത് എവിടെയായിരുന്നു പ്രവാചകൻ. പക്ഷേ പ്രവാചകനാണ് ഇദ്ദേഹം. അള്ളാഹു വിശുദ്ധ ഖുർആനിൽ എണ്ണി പറഞ്ഞ 25 പ്രവാചകന്മാരുടെ കൂട്ടത്തിൽപ്പെട്ട ഒരാളാണ് ദുൽകിഫുൽ. വേറെ അദ്ദേഹത്തിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് കിട്ടുക സാധ്യമല്ല. കുല്ലും മിനസ് സ്വാബിരീൻ. എല്ലാവരും സ്വാബിറുകളുടെ കൂട്ടത്തിൽപ്പെട്ടവരാണ്. ഇവരെല്ലാവരും നന്നായിട്ട് ക്ഷമാശീലരുടെ കൂട്ടത്തിൽപ്പെട്ടതാണ്. വ അദ്ഖൽനാഹും ഫീ റഹ്മതിനാ ഇന്നഹും മിനസ്സാലിഹീൻ. ഇവരെല്ലാവരെയും നാം പ്രവേശിപ്പിച്ചു. വ അദ്ഖൽനാഹും ഫീ റഹ്മതിനാ, നമ്മുടെ കാരുണ്യത്തിൽ. ഇന്നഹും, തീർച്ചയായിട്ടും ഇവർ മിനസ്സാലിഹീൻ, സ്വാലിഹികളുടെ കൂട്ടത്തിൽപ്പെട്ടവരാണ്. സ്വാബിരീൻ പറഞ്ഞു, സ്വാലിഹീൻ പറഞ്ഞു. പ്രവാചകന്മാർ, ഈ പ്രവാചകന്മാർ എന്ന് പറഞ്ഞാൽ അള്ളാഹു ഈ ദൗത്യ നിർവഹണത്തിന് വേണ്ടിയിട്ട് മനുഷ്യരുടെ കൂട്ടത്തിൽ തിരഞ്ഞെടുക്കപ്പെട്ടവരാ. അവർ മാതൃകാ പുരുഷന്മാരാ. ഇവരെ പറ്റി എന്തിനാണ് നമുക്കോട് ഇങ്ങനെ പറയുന്നതെന്ന് വെച്ചാൽ അവരിൽ നിന്ന് കുറേ പാഠങ്ങൾ നമുക്ക് ഉൾക്കൊള്ളാനുണ്ട്, കുറേ സ്വഭാവ ഗുണങ്ങൾ നമുക്ക് ആർജിക്കാനുണ്ട്. അതുകൊണ്ടാണ് പറഞ്ഞു തരുന്നത് കുല്ലും മിനസ് സ്വാബിരീൻ. നിങ്ങൾക്ക് സ്വബറുണ്ടാവണം. അയ്യൂബ് അലൈഹി സ്വലാത്തു വസ്സലാം കാണിച്ചതുപോലെ വ്യത്യസ്ത സന്ദർഭങ്ങളിൽ, പരീക്ഷണത്തിൻ്റെ ഘട്ടങ്ങളിൽ ഉറച്ചു നിൽക്കുവാനുള്ള കരുത്ത് നിങ്ങൾക്കുണ്ടാവണം എന്നൊക്കെ നമ്മോട് പറഞ്ഞു തരികയാണ്. അല്ല കഥ പറയാൻ വേണ്ടിയിട്ടല്ല. വീണ്ടും പറയുകയാണ്, വദന്നൂനി ഇദ് ദഹബ മുഗാളിബൻ ഫളന്ന അല്ലൻ നഖ്ദിറ അലൈഹി ഫനാദാ ഫിൽ ളുലുമാതി അല്ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ ഫസ്തജബ്നാ ലഹു വനജ്ജയ്നാഹു മിനൽ ഗം വകദാലിക നുൻജിൽ മുഅ്മിനീൻ. അതുപോലെ തന്നെ മറ്റൊരു പ്രവാചകൻ, നമുക്ക് വിശ്വസിക്കാൻ കഴിയാത്ത വിധത്തിൽ വലിയൊരു ആപത്തിൽ അകപ്പെടുത്തപ്പെട്ട പ്രവാചകൻ ദുന്നൂൻ എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. പേര് പറയുന്നില്ല. ഇത് അദ്ദേഹത്തിൻ്റെ മറ്റൊരു നാമമാണ്. എന്താ അദ്ദേഹത്തിൻ്റെ പേര്? യൂനുസ് അലൈഹി സ്വലാത്തു വസ്സലാം. നൂൻ എന്ന് പറഞ്ഞാൽ മത്സ്യത്തിനാണ് പറയുക. മത്സ്യം. ഹെഴുത്ത് എന്നുള്ള വാക്കും മത്സ്യത്തിനുണ്ട്.
ഇവിടെ ദന്നൂൻ എന്ന് ഉപയോഗിച്ചിട്ടുണ്ട് യൂനുസ് നബിയെ സംബന്ധിച്ച്. വേറൊരു സ്ഥലത്ത് ഖുർആനിൽ ഉപയോഗിച്ചിരിക്കുന്നത് സാഹിബുൽ ഹൂത്ത് എന്നാണ്. സാഹിബുൽ ഹൂത്ത് എന്ന് പറഞ്ഞാൽ മത്സ്യക്കാരൻ എന്ന് പറഞ്ഞാൽ മീൻ കച്ചവടക്കാരനല്ല, മത്സ്യത്തിൻ്റെ വയറ്റിലകപ്പെട്ട ആ പ്രവാചകൻ സാഹിബുൽ ഹൂത്ത്. ഇവിടെ ദന്നൂൻ എന്ന് പറഞ്ഞാൽ മത്സ്യവുമായി ബന്ധപ്പെട്ട ആൾ, അല്ലെങ്കിൽ മത്സ്യക്കാരൻ എന്നൊക്കെ പറയാം. എന്താ നോക്ക്, വദന്നൂൻ, അദ്ദേഹത്തെ ദന്നൂൻ എന്നാണ് നേരത്തെ പറഞ്ഞില്ലേ, വ അയ്യൂബ, അതുപോലെ വദന്നൂനി. യൂനുസ് അലൈഹി സ്വലാത്തു വസ്സലാമയും നാം അനുഗ്രഹിച്ചിട്ടുണ്ട് എന്ന് പറയാം. ഇദ്ദഹബ മുഗാലിബൻ, ദഹബ പോയി, ഇദ്ദഹബ അദ്ദേഹം പോയപ്പോൾ, മുഗാലിബൻ, മുഗാലിബ് എന്ന് പറഞ്ഞാൽ കോപിഷ്ഠനായിക്കൊണ്ട്, വലിയ കോപാന്തനായിക്കൊണ്ട് പോയപ്പോൾ, ഫളന്ന അപ്പോൾ അദ്ദേഹം കരുതി, അല്ലൻ നഖ്ദിറ അലൈഹി, നഖ്ദിറ അലൈഹി, ഖദറ അല എന്ന് പറഞ്ഞാൽ ശരിക്ക് കഴിയുക എന്നൊക്കെ അർത്ഥമുണ്ട്. ഇവിടെ നഖ്ദിറ അലൈഹി അദ്ദേഹത്തിൻ്റെ മേൽ നാം പിടികൂടുകയില്ലെന്ന്, അല്ലെങ്കിൽ അദ്ദേഹത്തെ ഞെരുക്കിക്കളയുകയില്ല എന്ന് അദ്ദേഹം കരുതിപ്പോയി. ഫളന്ന അദ്ദേഹം വിചാരിച്ചു, അല്ലൻ നഖ്ദിറ അലൈഹി നാം ഒരിക്കലും അദ്ദേഹത്തെ ഞെരുക്കുകയില്ല, ശിക്ഷിക്കുകയില്ല എന്ന് അദ്ദേഹം കരുതി. ഫനാദ ഫിൽ ളുലുമാത്ത്, എന്നിട്ട് അദ്ദേഹം അതാ ലുലുമാത്ത് ഇരുട്ടുകളിൽ നിന്ന്, അന്ധകാരങ്ങളിൽ നിന്ന് അദ്ദേഹം വിളിക്കുകയാണ്. നാദ, നേരത്തെ പറഞ്ഞില്ല നാദ, അദ്ദേഹം പ്രാർത്ഥിക്കുകയാണ്. എന്താ പറയുന്നത്? അല്ലാ ഇലാഹ ഇല്ല അൻത, അല്ലാഹുവേ ലാ ഇലാഹ ഇല്ല അൻത, നീ അല്ലാതെ മറ്റൊരു ഇലാഹേ ഇല്ല. സുബ്ഹാനക്, നീ ഏറെ പരിശുദ്ധനാണ്. ഇന്നി കുൻതു മിനൽ ളാലിമീൻ, നിശ്ചയമായും ഞാൻ വലിയ അക്രമികളിൽ പെട്ടുപോയിട്ടുണ്ട്. എന്താ പറയുന്ന നോക്ക്, യൂനുസ് അലൈഹി സ്വലാത്തു വസ്സലാമയെ സംബന്ധിച്ചാണ്. യൂനുസ് എന്നുള്ള പേരല്ല അവിടെ ഉപയോഗിച്ചത്, ദുന്നൂൻ എന്നാണ് ഉപയോഗിക്കുന്നത്. അത് അദ്ദേഹത്തിൻ്റെ മറ്റൊരു പേരാണ്. അദ്ദേഹത്തെ അറിയപ്പെടുന്ന ഒരു പേര് ദുന്നൂൻ. വേറൊരു പേര് കൂടി അദ്ദേഹത്തെ ഖുർആൻ തന്നെ ഉപയോഗിച്ചിട്ടുണ്ട്, സാഹിബുൽ ഹൂത്ത്. ഹൂത്ത് എന്ന് പറഞ്ഞാൽ മത്സ്യമാണ്, അതിൻ്റെ ജം ആണ് ഹൈത്താൻ എന്ന് പറയും. നൂൻ എന്ന് പറഞ്ഞാലും മത്സ്യമാണ്. ആ നൂൻ ഇവിടെ ദുന്നൂൻ, മത്സ്യത്തിൻ്റെ ആള്. വദന്നൂനി, മത്സ്യത്തിൻ്റെ ആളെയും നാം അനുഗ്രഹിച്ചിട്ടുണ്ട്. ഇദ്ദഹബ മുഗാലിബൻ എന്നാണ് പറയുന്നത്. പിന്നെ അദ്ദേഹം കോപിച്ചു കൊണ്ടുപോയി എന്ന്. യൂനുസ് അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹു തെരഞ്ഞെടുത്ത ഒരു പ്രവാചകനാണ്. അള്ളാഹു അദ്ദേഹത്തെ നിശ്ചയിച്ച സ്ഥലം എന്ന് പറയുന്നത് അസീറിയ, ഇറാഖിലുള്ള മൗസിൽ എന്ന് പറയുന്ന സ്ഥലത്ത്, നീനവ എന്ന് പറയുന്ന പട്ടണത്തിലേക്കാണ്. നീനവ എന്ന് പറയുന്ന പട്ടണം ഇറാഖിലാണ്, അസീറിയ എന്ന പേരിൽ അറിയപ്പെടുമെന്ന് അവിടേക്കാണ് നിയോഗിച്ചത്. യൂനുസ് അലൈഹി സ്വലാത്തു വസ്സലാം അവിടെ ചെന്നിട്ട് നിരന്തരമായി പ്രബോധന പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നുണ്ട്. ദീർഘകാലം ആളുകളോട് പ്രബോധനം ചെയ്യുന്നുണ്ട്, ദഅവത്ത് നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ ആളുകളൊന്നും വിശ്വസിക്കാൻ കൂട്ടാക്കുന്നില്ല. വളരെ കുറഞ്ഞ ആളുകൾ മാത്രമേ വിശ്വസിച്ചുള്ളൂ. അദ്ദേഹം അവരോട് അവസാനം വിശ്വസിക്കാൻ പറഞ്ഞിട്ട് കേൾക്കാത്തത് കൊണ്ട് അവർക്ക് ശിക്ഷയുടെ താക്കീത് നൽകിയിട്ട് പോരുകയാണ് അദ്ദേഹം. അള്ളാഹുവിൻ്റെ കൽപ്പന കിട്ടുന്നതിന് മുമ്പേ അവിടുന്ന് പോന്നു കളഞ്ഞു. ഒരു പ്രവാചകനെ അള്ളാഹു ഒരു സ്ഥലത്തേക്ക് നിയോഗിച്ചാൽ അള്ളാഹുവിൻ്റെ കൽപ്പന അനുസരിച്ചാണ് അദ്ദേഹം പലായനം ചെയ്യാൻ പാടുള്ളൂ, ഹിജ്റ ചെയ്യാൻ പാടുള്ളൂ. പക്ഷേ തനിക്ക് കൽപ്പന ലഭ്യമാവുന്നതിന് മുമ്പ് തന്നെ, കൽപ്പന കിട്ടുന്നതിന് മുമ്പായി തന്നെ യൂനുസ് അവിടുന്ന് ദേഷ്യം പിടിച്ചു പോയി. മുഗാലിബൻ എന്ന് കാണാം, കോപിച്ചു. അദ്ദേഹത്തിൻ്റെ ജനങ്ങൾ അദ്ദേഹത്തോട് കോപിച്ചു, അദ്ദേഹം അവരോട് കോപിച്ചു. പരസ്പരം കോപിക്കുമ്പോഴാണ് മുഗാലിബ് എന്നുള്ള പദം ഉപയോഗിക്കുക. അങ്ങനെ പോയപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് പിന്നെ അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥനയെ പറയുന്നുള്ളൂ. വേറെ സ്ഥലങ്ങളിൽ പിന്നെ 4 സ്ഥലങ്ങളിൽ യൂനുസ് എന്ന് തന്നെ ഉപയോഗിക്കുന്നത്. ഒരു സൂറത്തിൻ്റെ പേര് തന്നെ യൂനുസ് എന്നാണ്, 10-ാമത്തെ അധ്യായം. വേറെ 2 സ്ഥലങ്ങളിൽ അദ്ദേഹത്തെ പേര് ഉപയോഗിക്കുന്നത് സാഹിബുൽ ഹൂത്തും ദന്നൂനുമാണ്. അവിടങ്ങളിലൊക്കെ കൂട്ടി വായിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും, അവിടെ നിന്ന് നീനവയിൽ നിന്ന് അദ്ദേഹം ഓടിപ്പോകുന്നു, രക്ഷപ്പെടുന്നു. ഇവരെത്ര പറഞ്ഞിട്ടും നന്നാവില്ല, ശരിയാവില്ല, ഇവർ അവർക്ക് നാശം വരും എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം പോരുകയാണ് അവിടുന്ന്. അദ്ദേഹം പോന്നു. അപ്പോൾ ആ നാട്ടുകാരെന്തായെന്നറിയോ? നാട്ടുകാർ പ്രവാചകൻ പോയി കഴിഞ്ഞതിന് ശേഷം അവർക്ക് പശ്ചാത്താപബോധം ഉണ്ടായി, അവർക്ക് ബേജാറായി. ഒരു പ്രവാചകൻ പറഞ്ഞാൽ അത് സത്യമായിട്ട് പോലും യാതൊരു സംശയവുമില്ല. ആകാശത്തേക്ക് നോക്കി അങ്ങനെ ഇരുണ്ട് വരുന്ന കണ്ടപ്പോൾ ഇവർക്ക് ബേജാറ് കൂടി, ശിക്ഷ വരിക എന്ന് വിചാരിച്ചു. അവർ യൂനുസിനെ പരമാവധി തെരഞ്ഞു, അവിടെ കാണുന്നില്ല. യൂനുസ് രക്ഷപ്പെടും, അന്ന് ഉറപ്പാണ് ശിക്ഷിക്കപ്പെടും നമ്മൾ, യൂനുസ് ഇവിടെ ഇല്ലതാനും. അവരെല്ലാവരും കൂടി മരുഭൂമിയിലേക്ക് പോയി എന്ന് പറയപ്പെടുന്നു.
എന്നിട്ട് അവരുടെ സ്ത്രീകളും കുട്ടികളും മൃഗങ്ങളും എല്ലാം കൂടി പോയിട്ട് അവിടെ വെച്ചിട്ട് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയാണ്, തൗബ ചെയ്ത് മടങ്ങുകയാണ്. അവർക്ക് വിശ്വാസം സ്വീകരിക്കാൻ സന്നദ്ധരായി. യൂനുസിന് എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ അവിടുന്ന് ഓടിപ്പോന്നു. ഈ വിവരങ്ങളൊന്നും യൂനുസ് അറിയുന്നില്ലല്ലോ. അദ്ദേഹം അവിടുന്ന് രക്ഷപ്പെടാൻ വേണ്ടി ഒരു കപ്പലിൽ കയറുകയാണ്. തർശീഷിലേക്ക് പോകുന്ന, പടിഞ്ഞാറ് ഭാഗത്തേക്ക്, മെഡിറ്ററേനിയൻ്റെ ഭാഗത്തേക്ക് പോകുന്ന ഒരു കപ്പൽ. ആ കപ്പലിൽ അദ്ദേഹം കയറുകയാണ്. ആ കപ്പലിൽ കയറി യാത്ര തുടർന്നുകൊണ്ടിരിക്കെ കപ്പൽ വലിയ അപകടത്തിൽപ്പെടാൻ പോവുക, കാറ്റിലും കൊള്ളും. ആ സന്ദർഭത്തിൽ കപ്പലിൻ്റെ ഭാരം കുറക്കണം. വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്, അങ്ങനെ ആളുകൾ നറുക്കിട്ടു. ആരെ എറിയണം? ഭാരം കുറക്കാൻ വേണ്ടി ഒരാളെ എടുത്ത് ഒഴിവാക്കണം കപ്പലിൽ നിന്ന്. ആരെ എടുത്ത് ഒഴിവാക്കും? നറുക്കിടാം. നറുക്കിട്ട് വീണത് ഫസാഹമ, ഖുർആൻ പറയുന്നു, അവർ നറുക്കെടുപ്പ് നടത്തി. അങ്ങനെ അത് വീണത് യൂനുസിൻ്റെ പേരാ. അപ്പോൾ അവിടെയുള്ള ആളുകൾ പറയും, ഇത്ര നല്ലൊരു മനുഷ്യൻ നമ്മൾ പിടിച്ച് ഒന്നുകൂടി നറുക്കിടുക. വീണ്ടും നറുക്കിട്ടത്രേ. രണ്ടാമത് വീണ് യൂനുസിനാ. മൂന്നാമത് ആരും നറുക്കിടാൻ നിന്നില്ല. മൂന്നാമത്തെ നറുക്കെടുപ്പിന് കോലം കൂട്ടുമ്പോൾ തന്നെ യൂനുസ് സ്വയം തന്നെ ചാടിക്കളഞ്ഞു. കാരണം അദ്ദേഹത്തിന് ഉറപ്പായി സംഗതികൾ എന്താ എന്നുള്ളത്. അദ്ദേഹം തന്നെ അദ്ദേഹത്തോട് വേറെ ആളുകൾക്ക് ബുദ്ധിമുട്ടില്ലാതിരിക്കാൻ വേണ്ടി ഒഴിവായി. അദ്ദേഹം കടലിലേക്ക് ചാടിയ സന്ദർഭത്തിൽ വലിയൊരു മത്സ്യം വന്നിട്ട് അദ്ദേഹത്തെ വിഴുങ്ങിക്കളഞ്ഞു. ഖുർആൻ അത് വേറെ സ്ഥലങ്ങൾ കൃത്യമായിട്ട് പറയും. ഇവിടെ വെറും പ്രാർത്ഥന മാത്രമേ ഉദ്ധരിക്കുന്നുള്ളൂ. മത്സ്യം വിഴുങ്ങി, വലിയ മത്സ്യം വിഴുങ്ങിയിട്ട് അദ്ദേഹത്തെ സമുദ്രത്തിൻ്റെ ആഴിയിലേക്ക്, അടിത്തട്ടിലേക്ക് കൊണ്ടുപോവുകയാണ്. മത്സ്യത്തിൻ്റെ വായിലകപ്പെട്ട യൂനുസിനെ സംബന്ധിച്ചിടത്തോളം ഒരു ജീവിതം എന്ന് പറയുന്ന ആലോചിക്കാൻ കഴിയില്ലല്ലോ. പക്ഷേ അദ്ദേഹം അവിടെ ജീവനോടെ ഇരുന്ന സമയത്ത് മുഴുവൻ ഒരു ദിക്ർ, ഒരു പ്രാർത്ഥന നടത്തുന്നുണ്ട്. ആ പ്രാർത്ഥനയാണ് ഇവിടെ ഖുർആൻ ഉദ്ധരിച്ചത്. നോക്ക്, ഫനാദാ ഫിൽ ളുലുമാത്ത്. ളുലുമാത്ത് എന്ന് പറഞ്ഞാൽ, ളുൽമത്ത് എന്ന് പറഞ്ഞാൽ അന്ധകാരമാണ്. അന്ധകാരങ്ങളില്ല, കുറേ ഇരുട്ടുകളാണ്. ആ ഇരുട്ടുകൾ ഏതൊക്കെയാണെന്നുള്ളത് പലതരത്തിൽ വ്യാഖ്യാനിക്കാം. ചില ആളുകൾ പറയുന്നത് അത് മത്സ്യത്തിൻ്റെ വയറ്റിലകപ്പെട്ടു എന്നുള്ള ഒരു ഇരുട്ടാണ്. സമുദ്രത്തിൻ്റെ ആഴിയിൽ എന്നുള്ളത് വേറെ ഒരു ഇരുട്ടാണ്. പിന്നെ രാത്രിയാവുമ്പോൾ പറയാനുമില്ല. അങ്ങനെ മത്സ്യത്തിൻ്റെ വയറ്റിൽ ഇദ്ദേഹം 3 നാൾ കഴിഞ്ഞു എന്നും 7 നാൾ കഴിഞ്ഞൊക്കെ ഇതുണ്ട്. 7 മാക്സിമം പറയുന്നത്. അത്ര ദിവസം അതിൻ്റെ ഉള്ളിൽ കഴിഞ്ഞു എന്നാണ്. ഏതാണെങ്കിലും ശരി, അവിടെ അദ്ദേഹം ഫനാദാ ഫിൽ ളുലുമാത്ത്, ആ അന്ധകാരങ്ങളിൽ വെച്ച് അദ്ദേഹം പ്രാർത്ഥിച്ചു, അല്ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ. പ്രാർത്ഥന ഇതാണ്, ലാ ഇലാഹ ഇല്ലാ അൻത. എവിടെന്നാ ആ പ്രാർത്ഥന? നോക്ക്, ഒരു മനുഷ്യനും എത്താത്ത, ഇന്ന് വരെ വേറൊരു മനുഷ്യൻ ചെന്നെത്താത്തൊരു സ്ഥലത്ത് അവിടെ വെച്ചിട്ട് ആ പ്രാർത്ഥന. ഒരു മത്സ്യത്തിൻ്റെ വയറ്റിൽ, ആഴിയിൽ, ആ സമുദ്രത്തിൻ്റെ അടിത്തട്ടിൽ വെച്ചിട്ടാണ് അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥന. ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക് ഇന്നി കുൻതു മിനൽ ളാലിമീൻ. നീ ഏൽപ്പിച്ച ദൗത്യം അവിടെ വിട്ടേച്ച് അത് പൂർത്തീകരിക്കുന്നതിന് മുമ്പ്, നിന്റെ കൽപ്പന കിട്ടുന്നതിന് മുമ്പ് ഓടിപ്പോന്ന അദ്ദേഹം പറയുകയാണ്, പടച്ചറബേ ലാ ഇലാഹ ഇല്ലാ അൻത, നീ അല്ലാതെ മറ്റൊരു ഇലാഹില്ല. തൗഹീദിൻ്റെ പ്രഖ്യാപനമാണ്, ലാ ഇലാഹ ഇല്ലാ അൻത. അല്ലാഹുവിനെ വാഴ്ത്തുകയാണ്, സുബ്ഹാനക്, നീ ഏറെ പരിശുദ്ധനാണ്. ഇന്നി കുൻതു മിനൽ ളാലിമീൻ, ഞാൻ വലിയ അതിക്രമം ചെയ്തു പോയിട്ടുണ്ട്, ഞാൻ അക്രമികളുടെ കൂട്ടത്തിൽ പെട്ടവനായി പോയിട്ടുണ്ട് എന്ന് അദ്ദേഹം നിരന്തരം പ്രാർത്ഥിക്കുകയാണ്. ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ. അങ്ങനെ അകപ്പെട്ടത് മുതൽ അവസാനം വരെ അദ്ദേഹം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. അല്ലാഹു പറയുന്നു, ഫസ്തജബ്നാ ലഹു വനജ്ജയ്നാഹു മിനൽ ഗം വകദാലിക നുൻജിൽ മുഅ്മിനീൻ. ഫസ്തജബ്നാ ലഹു, നേരത്തെ പറഞ്ഞ പോലെ, അയ്യൂബ് അലൈഹിസ്സലാത്തു വസ്സലാമയോട് പറഞ്ഞ പോലെ, അപ്പോൾ നാം അദ്ദേഹത്തിന് മറുപടി നൽകി, ഉത്തരം നൽകി. വനജ്ജയ്നാഹു, നാം അദ്ദേഹത്തെ രക്ഷപ്പെടുത്തി. മിനൽ ഗം, ആ പ്രയാസത്തിൽ നിന്ന്, ദുരിതത്തിൽ നിന്ന്, ആ ദുഃഖത്തിൽ നിന്ന്, ഗമ്മിൽ നിന്ന്. വകദാലിക നുൻജിൽ മുഅ്മിനീൻ, അദ്ദേഹത്തെ മാത്രമല്ല, ഇങ്ങനെ തന്നെയാണ് നുൻജി, നാം രക്ഷിക്കുക, അൽ മുഅ്മിനീൻ, മുഅ്മിനുകളെല്ലാവരെയും. വകദാലിക നുൻജിൽ മുഅ്മിനീൻ. ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് പറയുകയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ, ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ എന്ന് പ്രാർത്ഥിച്ച, ആത്മാർത്ഥതയോടുകൂടി പ്രാർത്ഥിച്ച ആളുകൾക്ക് ഉത്തരം ലഭിക്കാതിരിക്കില്ല എന്ന്. ലാ ഇലാഹ ഇല്ലാ അൻത
സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ. എവിടെന്നാ പ്രാർത്ഥന? ആലോചിച്ച് നോക്കുക നിങ്ങൾ. എപ്പോഴാണ് അദ്ദേഹം പ്രാർത്ഥിക്കുന്നത്? ഒരു നിലക്കും രക്ഷപ്പെടാൻ സാധ്യതയില്ലാത്ത ഒരു സ്ഥലത്ത് അവിടുന്ന് ആ പ്രാർത്ഥന രക്ഷപ്പെടുത്തി അള്ളാഹു അത് പറയുന്നുണ്ട്. വേറെ സ്ഥലത്ത് കുറച്ചുകൂടി വിശദമായിട്ട് പറയുന്നുണ്ട്. അദ്ദേഹം മത്സ്യത്തോട് കൽപ്പിച്ചു വിഴുങ്ങുക, പക്ഷേ നീ ഒരു തടവറയായി, തൽക്കാലം ഒരു തടവറ പോലെ, യൂനുസിനെ ഒരു കാരാഗൃഹം പോലെ അവിടെ വെച്ചാൽ മതി. എന്നിട്ട് മത്സ്യത്തോട് പറയുന്നുണ്ട് കരയിൽ പോയിട്ട് തുപ്പിക്കളയാൻ വേണ്ടിയിട്ട്, ഛർദ്ദിക്കാൻ വേണ്ടിയിട്ട് പറയുന്നുണ്ട്. മത്സ്യം അത് പുറത്തേക്കിടുന്നു. അങ്ങനെ പരിക്ക് പറ്റിയ രൂപത്തിൽ അവിടെ കിടന്ന അദ്ദേഹത്തിന്, മണലിലാണ്, സമുദ്രതീരത്തുള്ള മണലിൽ, ചെടിയൊന്നുമില്ല. അവിടെ അദ്ദേഹത്തിന് വേണ്ടി അള്ളാഹു ഒരു പ്രത്യേക വള്ളിച്ചെടി അവിടെ പടർത്തി കൊടുക്കുന്നു. അങ്ങനെ അവിടുന്ന് സുഖപ്പെടുത്തിയിട്ട് വീണ്ടും അദ്ദേഹത്തെ തൻ്റെ നാട്ടിലേക്ക് പറഞ്ഞയക്കുകയാണ്. അവിടെ ചെന്നപ്പോഴതാ ധാരാളം ലക്ഷക്കണക്കിന് ആളുകൾ, അള്ളാഹു പറയുന്നു മിഅത്ത അൽഫിൻ ഔ യസീദൂൻ എന്ന് പറയുന്നുണ്ട്. 100,000 ആളുകൾ, അല്ല അതിനേക്കാൾ കൂടുതൽ ആളുകളുള്ള സ്ഥലത്തേക്ക് ഇവരൊക്കെ വിശ്വാസികളായിട്ട് മാറിയ ഒരു സമൂഹത്തിലേക്ക് ഇദ്ദേഹത്തെ പറഞ്ഞയക്കുകയാണ്. 2 പ്രാർത്ഥനകളാണ് ഇവിടെ ഉദ്ധരിച്ചത്. ഒന്ന് അയ്യൂബ് നബിയുടേതാണ്, 2 യൂനുസ് അലൈഹി സ്വലാത്തു വസ്സലാമയുടേതാണ്. നമ്മളൊക്കെ ദുആ ചെയ്യാറുണ്ട്, പ്രാർത്ഥിക്കാറുണ്ട്. ഇനിയും ചില പ്രാർത്ഥനകൾ ഇവിടെ ഉദ്ധരിക്കുന്നുണ്ട്. ഇതിന് തുടർച്ചയായിക്കൊണ്ട് സക്കരിയ അലൈഹി സ്വലാത്തു വസ്സലാമയുടെ പ്രാർത്ഥന പറയുന്നുണ്ട്. നമുക്ക് അതിലേക്ക് പോവാം. അപ്പോൾ ഈ പ്രാർത്ഥന എങ്ങനെയാണ് നമ്മൾ വിചാരിക്കുക? നമുക്ക് ചിലപ്പോൾ ചില കാര്യങ്ങളൊക്കെ ചോദിക്കാൻ, അത് എല്ലാം കാര്യത്തെ സംബന്ധിച്ച് നമ്മൾ വേറെ യുക്തിപരമായിട്ടാണ് ചിന്തിക്കുക. നടക്കുമോ? അതൊന്നും ഇനിയിപ്പോൾ ഒന്നും ആവില്ല, അതൊക്കെ ഏതായാലും പോയി എന്നൊക്കെയാണ്. ഈ ജാതി രോഗം ബാധിച്ചിട്ട് ഇനി ഇയാൾ ബാക്കിയാവില്ല എന്നെല്ലാവരും എഴുതിത്തള്ളു. അക്കോലത്തിലാണ് രോഗം വന്നത്. മുഴുവൻ മനുഷ്യരും അദ്ദേഹത്തെ ഒഴിവാക്കി, ഒരു ചികിത്സ ഇനിയില്ല. അങ്ങനെയുള്ള സന്ദർഭത്തിലാണ് അന്നി മസ്സനിയ ദുർറു വ അൻത അർഹമുർ റാഹിമീൻ നിരന്തരം അദ്ദേഹം പ്രാർത്ഥിച്ചപ്പോൾ പടച്ച റബ്ബ് ആ രോഗം അങ്ങോട്ട് മാറ്റുകയാണ്. അപ്പോൾ രോഗം മാറുമോ ഇല്ലേ എന്ന് വിചാരിച്ചില്ല പ്രാർത്ഥന, മാറ്റാൻ കഴിയും. എന്ത് രോഗമായിക്കോട്ടെ, എന്ത് തരത്തിൽപ്പെട്ട രോഗം, എത്ര മാരകമായിക്കോട്ടെ, എൻ്റെ റബ്ബ് കാരുണ്യവാനാണ്. അന്നി മസ്സനിയ ദുർറു വ അൻത അർഹമുർ റാഹിമീൻ. അപ്പോൾ അത് പ്രാർത്ഥിച്ചാൽ മതി. അപ്പോൾ അള്ളാഹു റഹ്മത്ത് ചെയ്യും. ആ റഹ്മത്ത് രോഗം മാറ്റലാണെങ്കിൽ അങ്ങനെയായിരിക്കും. ചിലപ്പോൾ അദ്ദേഹത്തെ അങ്ങനെ തന്നെ അള്ളാഹു കൊണ്ടുപോവുക പരലോകത്തേക്ക്, ഈ അനുഗ്രഹം പരലോകത്ത് നൽകുക എന്നതാവാം, അങ്ങനെയാവാം. പ്രാർത്ഥന ഇത് വേറൊന്നും വിഷമം ബേജാറും പറയരുത്. ഞാൻ അങ്ങനെ ആയിപ്പോയില്ലേ, ഞാൻ എന്ത് തെറ്റാ ചെയ്തത്, എന്നോട് ഇങ്ങനെ ചെയ്തല്ലോ, ആ ജാതി വർത്തമാനം പറയരുത്. ആളുകൾ പെട്ടെന്ന് ഓർമ്മിക്കാതാ, ഈ എന്തെങ്കിലും തരത്തിൽപ്പെട്ട ദുരിതം ബാധിക്കുമ്പോഴേക്ക്, ഒരു പ്രയാസം നേരിടുമ്പോഴേക്ക് ആളുകൾ പെട്ടെന്ന് എന്നോട് ഇങ്ങനെ ചെയ്തല്ലോ, ഇയാളോടത് ചെയ്തല്ലോ എന്നൊക്കെ പറയും. അങ്ങനൊന്നുമില്ല. ആർക്കും എങ്ങനെയും അള്ളാഹു പരീക്ഷിക്കും. നന്മ കൊണ്ട്, സമ്പൽ സമൃദ്ധി കൊണ്ട് പരീക്ഷിക്കും. അതുപോലെ തന്നെ രോഗങ്ങൾ കൊണ്ടും കടുത്ത ദുരിതങ്ങൾ കൊണ്ടും അള്ളാഹു പരീക്ഷണത്തിൽ അകപ്പെടുത്തുമ്പോൾ ഇങ്ങനെ പറയണം. ഏത് രൂപത്തിലാണ് അള്ളാഹുവിനോട് സബറോട് കൂടി നിൽക്കേണ്ടതാണ് അയ്യൂബ് നബി കാണിച്ചു തരുന്നത്. എന്ന് മാത്രമല്ല, അയ്യൂബ് നബി പ്രാർത്ഥിച്ച പ്രാർത്ഥനയിൽ മസ്സനിയ ലുറു എന്നുള്ളത് മസ്സനിയ ശൈത്വാൻ എന്ന് വേറെ പറയുന്നുണ്ട്. എന്തായിരുന്നു വലിയ ബേജാറെന്നറിയോ? രോഗം വന്നതല്ല. ഈ രോഗം കൊണ്ട് പ്രയാസപ്പെടുന്ന സമയത്താണ് ചെകുത്താൻ വന്നിട്ട് വീണ്ടും അദ്ദേഹത്തെ നിഷേധത്തിലേക്ക് പ്രേരിപ്പിക്കുന്നത്. പടച്ചോൻ അതിലേക്ക് എന്നെ വിളിത്തരുത്, രോഗമല്ല പ്രശ്നം, സത്യദീനിൻ്റെ മാർഗത്തിൽ നിന്ന്, നിന്നോടുള്ള വണക്കത്തിൻ്റെ വഴിയിൽ നിന്ന് എന്നെ പിന്മാറ്റിക്കളയുക എന്നുള്ള ഞാൻ പേടിക്കുന്നുണ്ട്. അതുകൊണ്ട് അൻത അർഹമുർ റാഹിമീൻ നിരന്തരം പ്രാർത്ഥിക്കുകയാണ്. വമ്പിച്ച മാറ്റാണ് അള്ളാഹു കൊടുക്കുന്നത്. അദ്ദേഹത്തിന് കൊടുത്തു, അദ്ദേഹത്തെ രക്ഷിച്ചു, അദ്ദേഹത്തെ പൂർവ്വസ്ഥിതി അതിനേക്കാൾ കൂടുതലായിട്ട് കൊടുത്തു എന്ന് അള്ളാഹു പറയുന്നു. രണ്ടാമത്തത് യൂനുസ് അലൈഹി സ്വലാത്തു വസ്സലാമിയാണ്. സമുദ്രത്തിലേക്കൊരു മനുഷ്യനെ വലിച്ചെറിയപ്പെടുക, അല്ലെങ്കിൽ ചാടിപ്പോവുക, എന്നിട്ട് അവിടുന്ന് ഒരാൾ മത്സ്യത്തിൻ്റെ വയറ്റിലകപ്പെട്ട് രക്ഷപ്പെടുത്തപ്പെടുക എന്നുള്ള അത്യപൂർവമായ സംഭവമാണ്. ചില ആളുകൾ ഇതിനെ ചോദ്യം ചെയ്ത ആളുകൾ ഉണ്ടായിട്ടുണ്ട്, ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന്. അതിനൊരു സംഭവം 1861 നടന്ന ഒരു സംഭവവുമായി ബന്ധപ്പെട്ട് വരെ നമുക്ക് കാണാൻ പറ്റും. ഇതേപോലെ ഒരു ബോട്ടിൽ നിന്ന് ഒരാളെ മത്സ്യം വിഴുങ്ങുകയും അദ്ദേഹത്തെ 68 മണിക്കൂറിന് ശേഷം കരയിലേക്ക് തുപ്പുകയും ചെയ്ത് പിന്നീട് അദ്ദേഹം ജീവനുണ്ടായ കാര്യമൊക്കെ വേറെ ചർച്ച ചെയ്യുന്നുണ്ട്, നമുക്ക് പിന്നീട് പറയാം. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല ഇദ്ദേഹത്തിന് സുരക്ഷിതത്വം നൽകുകയാണ്. ആ സമയത്ത് യൂനുസിൻ്റെ പ്രാർത്ഥന, യൂനുസ് പക്ഷേ അയ്യൂബ് നബിയെ യൂനുസും തമ്മിൽ 2 വ്യത്യാസം കാണാം നമുക്ക്. അയ്യൂബ് നബി ഒരു തെറ്റും തിന്മയും ഒന്നും ചെയ്തിട്ടില്ല,
പടച്ചറബിനെ വെറുപ്പിക്കുന്ന അല്ലെങ്കിൽ അള്ളാഹുവിന് ഇഷ്ടമല്ലാത്ത ഒരു കാര്യം ചെയ്തിട്ടില്ല എന്ന് മാത്രമല്ല, ഇഷ്ടമുള്ളതേ ചെയ്തിട്ടുള്ളൂ. നേരത്തെ മനസ്സിലാക്കണം, ഇഷ്ടമുള്ളതേ ചെയ്തിട്ടുള്ളൂ, എന്നിട്ടും വന്നല്ലോ എന്ന് നിരാശനായിട്ടില്ല. യൂനുസ് നബിയുടെ കാര്യത്തിൽ അള്ളാഹുവിൻ്റെ കൽപ്പന കിട്ടുന്നതിന് മുമ്പേ പോന്നു എന്നുള്ളൊരു തെറ്റ് അദ്ദേഹം ചെയ്തിട്ടുണ്ട്. അതാണ് ഇന്നി കുന്തു മിനൽ ളാലിമീൻ എന്ന് പറയുന്നു അദ്ദേഹം. അതിനുള്ളതാന്ന് പറയാം. പക്ഷേ ഒന്നും ചെയ്യാത്ത രണ്ട് രൂപത്തിൽ അള്ളാഹു പരീക്ഷിച്ചു. പല രൂപത്തിൽ വരും. നിരാശരാവരുത്. വിശ്വാസികളുടെ മനോദാർഢ്യം എങ്ങനെയായിരിക്കണം അല്ലാഹു കാണിച്ചു തരാണ് ഈ പ്രവാചകന്മാരിലൂടെ. യൂനുസ് അലൈഹി സ്വലാത്തു വസ്സലാമയുടെ പ്രാർത്ഥന ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. നമ്മളൊക്കെ എത്രങ്ങാനും ദുൽമ് ചെയ്തുകൊണ്ട് ഇടങ്ങര് വരുമ്പോൾ ഈ പ്രാർത്ഥന പ്രാർത്ഥിച്ചു നോക്കുങ്ങൾ. ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. റസൂൽ പറയാണ്, ഈ പ്രാർത്ഥന പ്രാർത്ഥിച്ചാൽ ഉത്തരം ലഭിക്കാതിരിക്കില്ല വിശ്വാസികൾ. എന്നിട്ട് അവസാന ആയത്ത് അവസാനിപ്പിച്ചെങ്ങനെയാണ്? വകദാലിക നുൻജിൽ മുഅ്മിനീൻ. ഇത് വിശ്വാസികളെ നാം ഇങ്ങനെ രക്ഷപ്പെടുത്തും. യൂനുസിനെ നല്ല പറയുന്നത്. വകദാലിക ഇങ്ങനെയാണ് നുൻജിൽ മുഅ്മിനീൻ, സത്യവിശ്വാസികൾ നാം രക്ഷപ്പെടുത്തുക എന്നാണ്. അള്ളാഹു നമ്മളൊക്കെ രക്ഷപ്പെടുത്തും. രക്ഷപ്പെടുത്തണമെങ്കിൽ നമ്മൾ പാലിക്കേണ്ട മര്യാദ നമ്മൾ പാലിക്കണം. നമ്മൾ കൈക്കൊള്ളേണ്ട ക്ഷമയും നമ്മുടെ ഈ സത്യമാർഗത്തിലുള്ള ഉറച്ചു നിൽക്കാനുള്ള മനക്കരുത്തും ഒക്കെ നമ്മൾ വിടാതെ പിടിക്കുകയാണെങ്കിൽ, മുറുകെ പിടിക്കുകയാണെങ്കിൽ പടച്ചറബ് കൂടെയുണ്ടാവും എന്നാണ് ഈ സംഭവങ്ങൾ നമ്മെ തെളിയിക്കുന്നത്. അപ്പോൾ ഈ ഇന്നത്തെ ക്ലാസ്സിൽ 2 പ്രവാചകന്മാരുടെ അല്പം വിശദമായിട്ടും പിന്നീട് ഇസ്മായിൽ, ഇദ്രീസ്, അതുപോലെ ദുൽകിഫുൽ എന്നിവരുടെ പേര് പരാമർശിക്കുകയും ചെയ്തുകൊണ്ട് 5 പ്രവാചകന്മാരെ സംബന്ധിച്ച് ഇവിടെ പറയുകയുണ്ടായി. ഇതിനു മുമ്പ് വേറെയും കുറേ പ്രവാചകന്മാരെ പറ്റി പറഞ്ഞു. ഇനിയും ചില പ്രവാചകന്മാരെ സംബന്ധിച്ച് അടുത്ത ആയത്തുകളിൽ സക്കരിയ അലൈഹി സ്വലാത്തു വസ്സലാം അദ്ദേഹം നേരിട്ട് മറ്റൊരു പരീക്ഷണമാണ്. അതുമായി ബന്ധപ്പെട്ട് അടുത്ത ക്ലാസ്സിൽ നമുക്ക് നോക്കാം. അപ്പോൾ ഈ പ്രാർത്ഥനകളൊക്കെ ദിക്റുകൾ നമ്മൾ മനഃപ്പാഠമാക്കി വെക്കുകയും അത് ചൊല്ലുകയും ചെയ്യണം. നമുക്കൊക്കെ ഏത് സന്ദർഭത്തിലും ചൊല്ലാൻ പറ്റുന്ന ഒരു ദിക്റാണ് ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ എന്ന് പറയുന്നത്. വലിയൊരു പ്രാർത്ഥനയാണ്, ചെറിയൊരു പ്രാർത്ഥനയാണ്, പക്ഷെ അത് നല്ല ദിക്റ് കൂടിയാണ്, ഒരു ഓർമ്മപ്പെടുത്തലാണ്. അതോടൊപ്പം തന്നെ അള്ളാഹുവിനോടുള്ള മാപ്പപേക്ഷയും കൂടിയാണ്. ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. അത് അതിൻ്റെ സന്ദർഭം മനസ്സിലാക്കിക്കൊണ്ട് ആത്മാർത്ഥതയോട് പറഞ്ഞാൽ പ്രയാസങ്ങളിൽ, അതാണ് നുൻജിൽ മുഅ്മിനീൻ, സത്യവിശ്വാസികൾ നാം രക്ഷപ്പെടുത്തുക. ഇങ്ങനെയാണെന്ന് പറഞ്ഞാൽ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത രൂപത്തിൽ നമ്മളൊരിക്കലും ഇനി രക്ഷപ്പെടില്ല എന്ന് വിചാരിക്കുന്ന സ്ഥലത്തു നിന്നൊക്കെ ഇങ്ങനെ അള്ളാഹു രക്ഷിച്ചിട്ടുണ്ട്. ആകെ ഒരു ദിക്റിൻ്റെ പേരിൽ, എന്നുവെച്ചാൽ അള്ളാഹുവിനോട് പറഞ്ഞതിൻ്റെ പേരിൽ, പടച്ചറബിനെ ഓർത്തതിൻ്റെ പേരിൽ, അള്ളാഹുവിനോട് ദുആഇൻ്റെ പേരിൽ രക്ഷിച്ചു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുപോലെ തന്നെ അന്നി മസ്സനി അല്ലുറു വ അൻത അർഹമുർ റഹീം. കുറേ നീട്ടിയിട്ട് അങ്ങനെ ഉണ്ട് ഇങ്ങനെ ഉണ്ട്, ഞാൻ അങ്ങനെ ചെയ്ത് ഇങ്ങനെ ഒന്നും പറയുന്നില്ല. എനിക്കൊരു ഇടങ്ങേറ് ബാധിച്ചിട്ടുണ്ട്, നീ ഏറ്റവും അധികം കാരുണ്യം ചെയ്യുന്നവനാണ്. മസ്സനി അല്ലുറു വ അൻത അർഹം. കുറേ പാഠങ്ങൾ അയ്യൂബ് നബിയിൽ നിന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വീണ്ടും വീണ്ടും ആലോചിക്കണം. ഒരു രോഗം ബാധിക്കുക എന്ന് പറഞ്ഞാൽ നല്ല ആർക്ക് വരില്ല എന്നൊന്നുമില്ല. എത്ര നല്ലവനാണെങ്കിലും എല്ലാ കർമ്മങ്ങളും ചെയ്യുന്നവനാണെങ്കിലും ചിലപ്പം ബാധിച്ചു തരും. അതൊരു പരീക്ഷണമാണ്. ആ സമയത്ത് ഇവൻ്റെ അവസ്ഥ എന്താണ്? അപ്പോൾ ആ 2 രൂപത്തിലും പരീക്ഷിക്കപ്പെട്ട വ്യക്തിയാണ് അയ്യൂബ് അലൈഹി സ്വലാത്തു വസ്സലാം. ആ സന്ദർഭത്തിലൊക്കെ അദ്ദേഹത്തിൻ്റെ ബേജാറ് ചെകുത്താൻ എന്നെ വഴികേടിലാക്കുമെന്നുള്ള, വഴികേടിലാക്കരുത്. അതിനാണ് അദ്ദേഹം അന്നീ മസ്സനിയ ലുറു എന്ന് പറയുന്നത്. വേറെ സ്ഥലത്ത് മസ്സനിയ ഷെയ്ത്വാൻ എന്ന് പറയുന്നിടത്ത് ശരിക്കും വ്യാഖ്യാനം പറയുന്നതാണ്, ചെകുത്താൻ എന്നെ പിഴപ്പിക്കാൻ സാധ്യതയുണ്ട് ഈ വിശ്വാസത്തിൽ നിന്ന്, സ്വബറിൽ നിന്ന്. അതിനിടവരുത്തരുത് റബ്ബേ അൻത അർഹമുർ റഹീമീൻ എന്നാണ് അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥനയിൽ കാമ്പ് എന്ന് വിശദീകരിക്കപ്പെടുന്നു. അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ വിശുദ്ധമായ വാക്യങ്ങൾ ഏറ്റവും നന്നായിട്ട് മനസ്സിലാക്കുവാൻ, അതിനനുസരിച്ച് ജീവിതത്തിൽ മാറ്റങ്ങൾ വരുത്തുവാനും നമ്മയൊക്കെ തുണക്കുമാറാവട്ടെ. പടച്ചറബേ, ഞങ്ങളുടെ കൂട്ടത്തിൽ പലതരത്തിൽപ്പെട്ട രോഗങ്ങൾ കൊണ്ട് പ്രയാസം അനുഭവിക്കുന്ന പലരുമുണ്ട്. ആശുപത്രിയിൽ കഴിയുന്ന പലരുമുണ്ട്. ICUയിൽ കഴിയുന്ന ആൾക്കാർ ഒക്കെ ഉണ്ട്. കുറേ കാലമായിട്ട് കിടപ്പിലായ രോഗികളുണ്ട്. വീടുകളിലൊക്കെ പ്രയാസം അനുഭവിച്ച് കഴിയുന്ന ആൾക്കാർ. റഹ്മാൻ റബ്ബേ, അവർക്കൊക്കെ നീ ആശ്വാസം നൽകണമേ നാഥ. രോഗങ്ങൾ ശിഫയാക്കി കൊടുക്കണമേ റബ്ബേ. ആരോഗ്യവും ആയുസ്സും ഈമാനും അവർക്ക് നീ വർദ്ധിപ്പിക്കണമേ നാഥ. മാരകമായ രോഗങ്ങളിൽ നിന്ന് ഞങ്ങളെല്ലാം നീ കാത്തു രക്ഷിക്കണമേ നാഥ. നീ നൽകിയ ധാരാളം വലിയ അനുഗ്രഹമാണ് ഞങ്ങളുടെ ആരോഗ്യം. അതിന് ശുക്ർ ചെയ്തുകൊണ്ട്, നിനക്ക് നന്ദി ചെയ്തുകൊണ്ട് ജീവിക്കുവാൻ ഞങ്ങൾ നീ തുണക്കണമേ നാഥ.
റഹ്മാൻ റബ്ബേ, ഞങ്ങളുടെ ഇണകളിൽ നിന്ന്, ഞങ്ങളുടെ സന്തതികളിൽ നിന്ന് കൺകുളിർമ പ്രദാനം ചെയ്യണമേ റബ്ബേ. ഞങ്ങൾക്ക് നല്ല സന്താനങ്ങൾ നൽകി അനുഗ്രഹിക്കണമേ നാഥ. ദീനുൽ ഇസ്ലാമിൻ്റെ ഇസ്സത്ത് ഉയർത്തിപ്പിടിക്കുന്ന നല്ല മാതൃകാ കുടുംബജീവിതം നയിക്കുവാൻ ഞങ്ങൾ നീ തുണക്കണമേ റബ്ബേ. അള്ളാഹുവെ, ഇസ്ലാമിൻ്റെ ഇസ്സത്തിന് കോട്ടം തട്ടുന്ന എല്ലാ പ്രവൃത്തികളിൽ നിന്നും ഞങ്ങളുടെയും ഞങ്ങളുടെ കുടുംബത്തെയൊക്കെ നീ കാത്ത് രക്ഷിക്കുന്നാഥ. അള്ളാഹുവെ റഹ്മാൻ റബ്ബേ, ഹലാലായ രൂപത്തിൽ സമ്പാദിക്കുവാനും ഹലാലായ രൂപത്തിൽ ചെലവഴിക്കുവാൻ ഞങ്ങൾ നീ തുണക്കണമേ റബ്ബേ. ഹറാമുകളിൽ നിന്നും ഞങ്ങൾ നീ കാത്ത് രക്ഷിക്കണമേ നാഥ. പടച്ച റബ്ബേ, ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് ഓരോ ദിവസവും പലരെയായി നീ തിരിച്ചു വിളിക്കുന്നുണ്ട്. എപ്പോഴാണ് ഞങ്ങളുടെ ഊഴമെന്നറിയില്ല. റഹ്മാൻ റബ്ബേ, കാരുണ്യവാനായ റബ്ബേ, ഞങ്ങളെ നീ തിരിച്ചു വിളിക്കുന്ന നേരത്ത് സന്തോഷത്തോടുകൂടെ ഈമാനോടുകൂടെ നിന്നെ കണ്ടുമുട്ടുവാൻ ഞങ്ങൾ നീ തുണക്കണമേ റബ്ബേ. പടച്ച റബ്ബേ, മരണാനന്തരമുള്ള ജീവിതം, ശാശ്വതമായ ആ ജീവിതത്തിൽ സന്തോഷത്തോടുകൂടെ ജീവിക്കുവാൻ, സ്വച്ചരിതരായ അടിയാറുകളുടെ കൂടെ സ്വർഗത്തിൽ സമ്മേളിക്കുവാൻ ഞങ്ങൾ നീ തുണക്കണമേ റബ്ബേ. ഞങ്ങൾ നിന്ന് മരണപ്പെട്ടു പോയ ആളുകൾക്ക് ബർസഖിയ ജീവിതം സന്തോഷത്തിലാക്കി കൊടുക്കണമേ നാഥ. അവർ ചെയ്ത ഈ ദുനിയാവിൽ ചെയ്ത സൽക്കർമ്മങ്ങൾക്ക് വലിയ പ്രതിഫലം നൽകി അവർ നീ സന്തോഷിപ്പിക്കണമേ റബ്ബേ. അവരുടെ എല്ലാ ദോഷങ്ങളും നീ കാരുണ്യവാനാണ്, പുറത്ത് മാപ്പാക്കി കൊടുക്കണമേ നാഥ. അവരെയും ഞങ്ങളെയും നിൻ്റെ ജന്നാത്തു നഈമിൽ സമ്മേളിപ്പിക്കണമേ അള്ളാഹുവെ, ഞങ്ങളോട് കാരുണ്യം കാണിക്കുന്ന സച്ചരിതരായ, സത്യസന്ധരായ, നീതിമാന്മാരായ നല്ല ഭരണാധികാരികളെ നൽകി ഞങ്ങൾ നീ അനുഗ്രഹിക്കണമേ നാഥ. അതിക്രമകാരികളായ, അനീതിയുടെയും അഴിമതിയുടെയും ഒക്കെ വക്താക്കളായ മുഴുവൻ മർദ്ദക ഭരണകൂടങ്ങളിൽ നിന്ന് ഞങ്ങളുടെ എല്ലാ നാടുകളെയും നീ മോചിപ്പിക്കണമേ നാഥ. പടച്ചറബേ, ഞങ്ങളുടെ സഹോദരങ്ങൾ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ അകാരണമായിട്ട് പീഡിപ്പിക്കപ്പെടുന്നുണ്ട്. വിശ്വാസികളായതിൻ്റെ പേരിൽ ഇസ്സത്തോടുകൂടെ തങ്ങളുടെ നാട്ടിൽ ജീവിക്കുവാൻ കഴിയാതെ പ്രയാസപ്പെടുന്ന ആളുകളുണ്ട്. റഹ്മാൻ റബ്ബേ, ഞങ്ങളുടെ മുഴുവൻ സഹോദരങ്ങൾ, പ്രത്യേകിച്ചും ഫലസ്തീനിൻ്റെ മണ്ണിൽ പ്രയാസം അനുഭവിക്കുന്ന ഞങ്ങളുടെ സഹോദരങ്ങൾക്കെല്ലാം നീ അവരുടെ ജനിച്ച മണ്ണിൽ ഇസ്സത്തോടുകൂടെ സ്വതന്ത്രരായി അള്ളാഹുവെ നിൻ്റെ ആദർശം മുറുകെ പിടിച്ചുകൊണ്ട് ജീവിക്കുവാൻ ആവശ്യമായ സാഹചര്യം ഒരുക്കണമേ നാഥ. അവരെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടി പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്ന സകലമാന ശത്രുക്കളുടെയും എല്ലാ കുതന്ത്രങ്ങളും നീ പാഴാക്കി കളയണമേ നാഥ. റഹ്മാൻ റബ്ബേ, ഞങ്ങളുടെ മസ്ജിദുൽ അഖ്സ ആദ്യത്തെ ഖിബില, അതിൻ്റെ സംരക്ഷണത്തിന് വേണ്ടി പൊരുതിക്കൊണ്ടിരിക്കുന്ന ഞങ്ങളുടെ സംഘത്തെ നീ വിജയിപ്പിക്കണമേ നാഥ. അള്ളാഹുവെ, അവരുടെ എല്ലാ തന്ത്രങ്ങളും നീ വിജയിപ്പിക്കണമേ നാഥ. റബ്ബന ളലംന അൻഫുസന വഇൻ ലം തഗ്ഫിർ ലനാ വതർഹംന ലനകൂനന്ന മിനൽ ഖാസിരീൻ. റബ്ബനഗ്ഫിർ ലനാ ദുനൂബന വലിഇഖ്വാനിന അല്ലദീന സബഖൂന ബിൽ ഈമാൻ ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. اللهم آت نفوسنا تقواها وزكها أنت خير من زكاها أنت وليها ومولاها يا رب العالمين. اللهم إنا نسألك التقى والعفاف والغنى. اللهم إنا نسألك علما نافعا وعملا متقبلا ورزقا حلالا وقلبا خاشعا ولسانا ذاكرا. اللهم طهر قلوبنا من النفاق وأعمالنا من الرياء وألسنتنا من الكذب وأعيننا من الخيانة فإنك تعلم خائنة الأعين وما تخفي الصدور. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين برحمتك يا أرحم الراحمين. وآخر دعوانا أن الحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته.